ഹായ് ഹലോ വെൽക്കം ടു മാനസീസ് മാത്സ് സൊല്യൂഷൻസ്. ഇനി നമ്മളിപ്പോൾ ഫോർത്ത് മൊഡ്യൂളിലാണുള്ളത്. എക്സ്റ്റൻഷൻ ഫീൽഡിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ ഇറെഡ്യൂസിബിൾ പോളിനോമിയൽസിൻ്റെ സീറോസ്, ആ സീറോസ് എക്സിസ്റ്റ് ചെയ്യുന്ന എക്സ്റ്റൻഷൻ ഫീൽഡ്, ഇതെല്ലാമായിരുന്നു ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ മെയിൻലി വി ആർ ഫോക്കസിങ് ഇൻ ദ സീറോസ് ഓഫ് എ പോളിനോമിയൽ ഓവർ എ ഫീൽഡ്. ഇപ്പോൾ എല്ലാ പോളിനോമിയൽസിനും ഫാക്ടറൈസേഷൻ പോസിബിൾ ആണ് അല്ലേ? അതായത് ഇറെഡ്യൂസിബിൾ പോളിനോമിയൽസിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതാൻ പറ്റും, എ യുണീക്ക് സെറ്റ് ഓഫ് ഇറെഡ്യൂസിബിൾ പോളിനോമിയലിൻ്റെ. അപ്പോൾ നമുക്ക് ആ ഇറെഡ്യൂസിബിൾ പോളിനോമിയൽസിൻ്റെ സീറോസ് കിട്ടുകയാണെങ്കിൽ ആ സീറോസ് എഫ് ഓഫ് എക്സിൻ്റെ സീറോസും ആയിരിക്കും അല്ലേ? അതായത് എഫ് ഓഫ് എക്സിൻ്റെ ഒരു ഇറെഡ്യൂസിബിൾ പോളിനോമിയലിൻ്റെ സീറോ കിട്ടിക്കഴിഞ്ഞാൽ ആ സീറോ എഫ് ഓഫ് എക്സിൻ്റെ സീറോയും ആയിരിക്കും അല്ലേ? സോ ദാറ്റ്സ് വൈ വി ആർ ഫോക്കസിങ് ഓൺ ദ സീറോസ് ഓഫ് എൻ ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ. ഓക്കെ, സോ അപ്പോൾ അതിൻ്റെ സീറോസ് ഓഫ് ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപേ നമുക്ക് കുറച്ച് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് നമുക്ക് ഓൾറെഡി അറിയുന്ന ടേംസ് തന്നെ ഒന്ന് റീഡിഫൈൻ ചെയ്യുകയാണ്, നമ്മൾക്ക് ആവശ്യമുള്ള രീതിയിൽ റീഡിഫൈൻ ചെയ്യുകയാണ്. ഓക്കെ, let f of x be a polynomial in this form: a n x raised to n plus a n minus 1 x raised to n minus 1 plus etc. a1x plus a0, which is in f of x, which means this polynomial is over the field f. Then the derivative of f of x denoted by f dash of x. നമ്മളിപ്പോൾ പോളിനോമിയലിൻ്റെ അല്ല, ഏത് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആയാലും എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് തന്നെയാണ് ഡിനോട്ട് ചെയ്യാറ് അല്ലേ? അപ്പോൾ ഒരു പോളിനോമിയലിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു എൻ മൈനസ് 1 എക്സ് റേസ് ടു എൻ മൈനസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് a1 ഇൻ എഫ് ഓഫ് എക്സ്. ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ഡെറിവേറ്റീവ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്താണ്? രണ്ട് ഫങ്ഷൻസിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അഡിഷൻ്റെ സം ചെയ്ത് കഴിഞ്ഞാൽ സമ്മേഷൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ആ രണ്ട് പോളിനോമിയൽസിൻ്റെയും ഡെറിവേറ്റീവ്സിൻ്റെ സമ്മിന് ഈക്വലാണ്. അതാണ് ഈ ഫസ്റ്റ് വണ്ണ്. ആൻഡ് ഇപ്പോൾ ഒരു സ്കേലർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ ടൈംസ് എഫ് ഓഫ് എക്സ്, ഒരു കോൺസ്റ്റൻറ്റ് എ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ ടൈംസ് എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? എ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് ആണ്. ആൻഡ് ദീസ് ടു ഫംഗ്ഷൻസിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടൈംസ് ജി ഡാഷ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ടൈംസ് എഫ് ഡാഷ് ഓഫ് എക്സ്. ഇതൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. ഓക്കെ, next we are going to prove a result which is a criterion for multiple zeros. ഓക്കെ, മൾട്ടിപ്പിൾ സീറോസ് എന്ന് വെച്ചാൽ എന്താ മീൻ ചെയ്യുന്നത്? ഒന്നിൽ കൂടുതൽ സീറോസ് ഉണ്ട് എന്നല്ല, ഒരു സീറോൻ്റെ മൾട്ടിപ്ലിസിറ്റി രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആവാനുള്ള ചാൻസ്, അതാണ് മീൻ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ സം സീറോ ആണ് എ എന്ന് കരുതുക. അപ്പോൾ ഇതിൻ്റെ മൾട്ടിപ്ലിസിറ്റി എന്താണ്? ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആവാനുള്ള ചാൻസ്. എന്താണ് നമ്മൾ ഈ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത്? ഇപ്പോൾ എ എടുക്കുകയാണെങ്കിൽ രണ്ട് രീതിയിൽ നമുക്ക് മൾട്ടിപ്ലിസിറ്റി ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ റിസൾട്ട് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാം. എ എന്താണ്? എക്സ് മൈനസ് എ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾക്കറിയാം ഫീൽഡ് ആയതുകൊണ്ട് എ സീറോ ആണെങ്കിൽ എക്സ് മൈനസ് എ ഇസ് എ ഫാക്ടർ എന്നതറിയാം. അപ്പോൾ എക്സ് മൈനസ് എ റേസ് ടു എൻ ഡിവൈഡ്സ് എഫ് ഓഫ് എക്സ്. ഓക്കെ, ഡിവൈഡ്സ് എഫ് ഓഫ് എക്സ്, അതായത് എഫ് ഓഫ് എക്സിനെ ഡിവൈഡ് ചെയ്യുന്ന ഹയസ്റ്റ് പവർ ഫോർ എക്സ് മൈനസ് എ, അതാണ് നമ്മൾ മൾട്ടിപ്ലിസിറ്റി ആയിട്ട് പറയുന്നത്. ഇപ്പോൾ ഞാൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ടൈംസ് സൈൻ എക്സ് എടുത്തു എന്ന് കരുതുക. അപ്പോൾ എഫ് ഓഫ് എക്സിനെ ഡിവൈഡ് ചെയ്യുന്ന എക്സിൻ്റെ ഹയസ്റ്റ് പവർ ഏതാണ്? 2 ആണ്. അപ്പോൾ സീറോ അവിടെ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് മൈനസ് 0 റേസ് ടു 2 ആണ് വരുന്നത് അല്ലേ? അപ്പോൾ സീറോൻ്റെ മൾട്ടിപ്ലിസിറ്റി എന്താണ്? 2 ആണെന്ന് കിട്ടും. സോ a polynomial f of x over a field f has a multiple zero in some extension E if and only if f of x and f dash of x have a common factor of positive degree in f of x. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഓവർ എ ഫീൽഡ് എഫ് എടുക്കുക, വിച്ച് മീൻസ് എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു എഫ് ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എന്താണ്? ദിസ് പോളിനോമിയൽ ഹാസ് എ
സീറോ എ മൾട്ടിപ്പിൾ സീറോ എന്ന് വെച്ചാൽ മൾട്ടിപ്ലിസിറ്റി ഗ്രേറ്റർ ദാൻ 2 ആയിട്ടുള്ളൊരു സീറോ എക്സിസ്റ്റ് ചെയ്യാനുള്ള ഇൻ സം എവിടെ എക്സിസ്റ്റ് ചെയ്യാൻ ഇൻ സം എക്സ്റ്റൻഷൻ ഇ ഓഫ് എഫിൽ എക്സിസ്റ്റ് ചെയ്യാനുള്ള ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ എന്താണ്? എഫ് ഓഫ് എക്സിനും എഫ് ഡാഷ് ഓഫ് എക്സിനും എന്താണ് ഒരു കോമൺ ഡിവൈസർ ജി ഓഫ് എക്സ് കോമൺ ഫാക്ടർ ഓഫ് പോസിറ്റീവ് ഡിഗ്രി എക്സിസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കാം. ഇപ്പോൾ ദർ എക്സിസ്റ്റ് എ കോമൺ ഫാക്ടർ ജി ഓഫ് എക്സ് ഓഫ് പോസിറ്റീവ് ഡിഗ്രി ഇൻ എവിടെ? എഫ് ഓഫ് എക്സിൽ എക്സിസ്റ്റ് ചെയ്യണം. അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ജി ഓഫ് എക്സ് ഇൻറ്റു സം പോളിനോമിയലിന് എഫ് ഓഫ് എക്സ് ആയിരിക്കണം. അതുപോലെ എഫ് ഡാഷ് ഓഫ് എക്സും ജി ഓഫ് എക്സ് ഇൻറ്റു സം പോളിനോമിയലിൻ എഫ് ഓഫ് എക്സ് ആയിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ അതായത് ജി ഓഫ് എക്സ് ഒരു പോസിറ്റീവ് ഡിഗ്രി ഉള്ളൊരു പോളിനോമിയലിൻ എഫ് ഓഫ് എക്സ് എന്തിനാ രണ്ടിനെയും ഡിവൈഡ് ചെയ്യുന്ന രീതിയിൽ എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ, സോ നമ്മൾക്കിത് പ്രൂവ് ചെയ്യാം. if a is a multiple zero of f of x in some extension e, then there is a g of x in e of x such that f of x is equal to x minus a whole square into g of x. ഇപ്പോൾ സപ്പോസ് എഫ് ഓഫ് എക്സിന് എന്താണ് മൾട്ടിപ്പിൾ സീറോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് കരുതുക. അതായത് ലെറ്റ് എ ബി എ സീറോ ഓഫ് എഫ് ഓഫ് എക്സ് വിത്ത് മൾട്ടിപ്ലിസിറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണെന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ ഈ ഒരു സീറോൻ്റെ മൾട്ടിപ്ലിസിറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്നുകൊണ്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ സപ്പോസ് ചെയ്യുന്നു എക്സ് മൈനസ് എ, അതായത് എയുടെ മൾട്ടിപ്ലിസിറ്റി n ആണെന്ന് കരുതുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഡെഫിനേഷൻ പ്രകാരം എക്സ് മൈനസ് എ റേസ് ടു n ഡിവൈഡ്സ് എഫ് ഓഫ് എക്സ് എന്ന് വരും അല്ലേ? അതായത് നമ്മൾക്ക് അത് എവിടെയാണ്? ഇയിലാണ്. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എ റേസ് ടു n ഇൻറ്റു സം പോളിനോമിയൽ സം ജി ഡാഷ് ഓഫ് എക്സ് ഇൻ ഇ ഓഫ് എക്സ് ആയിട്ട് നമ്മൾക്ക് എഴുതാൻ പറ്റും. ഇനി ഈ n മൾട്ടിപ്ലിസിറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആയതുകൊണ്ട് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. അപ്പം നമ്മൾക്ക് ഇതിനെ എങ്ങനെ എഴുതാം? എക്സ് മൈനസ് എ റേസ് ടു 2 ഇൻറ്റു എക്സ് മൈനസ് എ റേസ് ടു n മൈനസ് 2 എന്ന് എഴുതാം ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. ഇപ്പം ഇതിനെയാണ് ഇവിടെ ജി ഓഫ് എക്സ് എന്ന് എഴുതിയിരിക്കുന്നത്. ഇപ്പം മൾട്ടിപ്ലിസിറ്റി എത്ര തന്നെയായാലും എന്താണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണെന്ന് പറഞ്ഞു. അപ്പോൾ 2-നേക്കാൾ കൂടുതലുള്ള ഏത് 2 അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലുള്ള ഏത് മൾട്ടിപ്ലിസിറ്റി ആയാലും നമ്മൾക്ക് എഫ് ഓഫ് എക്സിനെ എങ്ങനെ എഴുതാം? എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് എഴുതാം. വേർ ജി ഓഫ് എക്സ് ബിലോങ്സ് ടു ഇ ഓഫ് എക്സ് വെൻ ഇഫ് എഫ് ഓഫ് എക്സ് ഹാസ് എ സീറോ ഓഫ് മൾട്ടിപ്ലിസിറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ഓക്കെ, അപ്പം ഞാൻ ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? നമ്മൾക്ക് എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് പ്ലസ് 2 ടൈംസ് എക്സ് മൈനസ് എ ജി ഓഫ് എക്സ് എന്ന് കിട്ടും. അതായത് എഫ് ഡാഷ് ഓഫ് എ 0 ആണെന്ന് കിട്ടി. ആൻഡ് ഈ എഫ് ഡാഷ് ഓഫ് എ ഈക്വൽ ടു 0 എന്ന് പറയാതെ തന്നെ നമ്മൾക്ക് ഈ എഴുതിയിരിക്കുന്നതിൽ നിന്ന് ഡയറക്റ്റായിട്ട് എന്ത് പറയാൻ പറ്റും? എക്സ് മൈനസ് എ ഈസ് എ ഫാക്ടർ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയാൻ പറ്റും അല്ലേ? സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് എക്സ് മൈനസ് എ ഈസ് എ ഫാക്ടർ ഓഫ് എഫ് ഓഫ് എക്സ് ആൻഡ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻ ദ എക്സ്റ്റൻഷൻ ഇ ഓഫ് എഫ്. എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ് മൈനസ് എ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിൻ്റെയും എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെയും ഫാക്ടർ ഏതാണ്? ഇൻ ദ എക്സ്റ്റൻഷൻ ഫീൽഡ് ആണെന്ന് കിട്ടി. നമ്മൾക്ക് എന്താണ്? എഫ് ഓഫ് എക്സിൽ തന്നെ, അതായത് എഫിൽ തന്നെ ഒരു ഫാക്ടർ ഉണ്ടെന്നാണ്, കോമൺ ഡിവൈസർ ഉണ്ടെന്നാണ്, പോസിറ്റീവ് ഡിഗ്രി ഉള്ളൊരു കോമൺ ഡിവൈസർ ഉണ്ടെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾക്ക് എന്താണ്? ഇൻ സം എക്സ്റ്റൻഷൻ എവിടെയാണോ ആ സീറോ എക്സിസ്റ്റ് ചെയ്യുന്നത്, മൾട്ടിപ്പിൾ ഡിഗ്രി വരുന്ന ആ സീറോ എക്സിസ്റ്റ് ചെയ്യുന്നത്, ആ ഫീൽഡിൽ, ആ എക്സ്റ്റൻഷൻ ഫീൽഡിൽ എക്സ് മൈനസ് എ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിൻ്റെയും എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ ഒരു ഫാക്ടർ ആണെന്ന് നമ്മൾക്ക് കിട്ടി. ക്ലിയർ? നൗ ഇഫ് ഇനിയാണ് നമ്മൾ പ്രൂഫിലോട്ട് വരുന്നത്. മെയിൻ നമ്മൾക്ക് വേണ്ടത് എന്താണ്? ആ ഒരു പ്രൂഫിലോട്ട്. ഇതുവരെ നമ്മൾക്ക് ആ ഒരു പ്രൂഫിന് വേണ്ട ഒരു ബേസ് ആണ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത്. നൗ ഇഫ് എഫ് ഓഫ് എക്സ് ആൻഡ് എഫ് ഡാഷ് ഓഫ് എക്സ് ഹാവ് നോ കോമൺ ഡിവൈസർ ഓഫ് പോസിറ്റീവ് ഡിഗ്രി ഇൻ എഫ് ഓഫ് എക്സ്, നമ്മൾക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? മൾട്ടിപ്പിൾ സീറോ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട്, മൾട്ടിപ്ലിസിറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആയിട്ടുള്ള സീറോ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ പോളിനോമിയലിന് എന്താണ് പോസിറ്റീവ് ഡിഗ്രി ഉള്ളൊരു കോമൺ ഫാക്ടർ അല്ലെങ്കിൽ കോമൺ ഡിവൈസർ ഇൻ എഫ് ഓഫ് എക്സ് ഉണ്ടെന്നാണ് നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത് അല്ലേ?
അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കോമൺ ഡിവൈസർ ഇല്ലെന്ന് അസ്യൂം ചെയ്യുന്നു. അറ്റ് ലാസ്റ്റ് നമുക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടും. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്തത് റോങ് ആണ്. കോമൺ ഡിവൈസർ ഓഫ് പോസിറ്റീവ് ഡിഗ്രി ഇൻ എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ നൗ if f of x and f dash of x have no common divisor of positive degree in f of x, then there are polynomials h of x and k of x in f of x such that f of x into h of x plus f dash of x into k of x equal to 1. ഇതെങ്ങനെ വന്നു? നമ്മൾക്ക് ഇൻഡിജേഴ്സിൽ ഡിവിഷൻ അൽഗോരിതം അപ്ലൈ ചെയ്തുകൊണ്ട് ഒരു റിസൾട്ട് വരുന്നുണ്ട്. ഏത് രണ്ട് ഇൻഡിജേഴ്സ് എക്സ് വൈ എടുത്തു കഴിഞ്ഞാലും ഇതിൻ്റെ ജി സി ഡി ഡി ആണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ദർ എക്സിസ്റ്റ് യുണീക്ക് ആർ ഇൻഡിജേഴ്സ് ആർ ആൻഡ് എസ് സച്ച് ദാറ്റ് എക്സ് ആർ പ്ലസ് വൈ എസ് എസ് ഈക്വൽ ടു ഡി. അപ്പോൾ ഇങ്ങനൊരു റിസൾട്ട് നമ്മൾക്ക് ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഇവിടെ എക്സ് എടുത്തതിന് പകരം എഫ് ഓഫ് എക്സും വൈക്ക് പകരം എഫ് ഡാഷ് ഓഫ് എക്സും എടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ എഫ് ഓഫ് എക്സിനും എഫ് ഡാഷ് ഓഫ് എക്സിനും കറസ്പോണ്ടിങ് ഇതിൻ്റെ ഡി ഇവിടെ ജി സി ഡി എന്താണ്? ദർ ആർ പോളിനോമിയൽസ് വിത്ത് നോ കോമൺ ഡിവൈസർ ഇൻ എഫ് ഓഫ് എക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോ കോമൺ ഡിവൈസർ ആയതുകൊണ്ട് പോസിറ്റീവ് ഡിഗ്രി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് രണ്ടും ജി സി ഡി 1 ആണെന്ന്, അതായത് റിലേറ്റീവ്ലി പ്രൈം എന്ന് പറയുന്നത് പോലെ വരും അല്ലേ? അപ്പോൾ നമ്മൾക്ക് എന്താണ് ഇതിന് ഇവിടെ 1 ഡിക്ക് പകരം 1 വരും. So there exists polynomial h of x and k of x such that f of x times h of x plus f dash of x times k of x equal to 1. അതായത് നമ്മളിവിടെ ഈ പറഞ്ഞിരിക്കുന്ന റിസൾട്ട് പോലെ തന്നെ നമ്മൾക്ക് എഫ് ഓഫ് എക്സിനും ആപ്ലിക്കബിൾ ആണ്. ഇപ്പോൾ എഫ് ഓഫ് എക്സിനും എഫ് ഡാഷ് ഓഫ് എക്സിനും കോമൺ പോസിറ്റീവ് ഡിഗ്രിയുള്ള കോമൺ ഡിവൈസസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ജി സി ഡി 1 ആണെന്ന് പറയാം, ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. ഇപ്പോൾ എന്താണ് നമ്മൾക്ക് there exist two polynomials h of x and k of x such that f of x times h of x plus f dash of x times k of x equal to 1. Okay, so consider f of x times h of x plus f dash of x times k of x. ഇവിടെ ഈ എഫ് ഓഫ് എക്സും എച്ച് ഓഫ് എക്സും എഫ് ഡാഷ് ഓഫ് എക്സും കെ ഓഫ് എക്സും എല്ലാം എവിടെയുള്ള പോളിനോമിയലായിരുന്നു? എഫ് ഓഫ് എക്സിലുള്ള പോളിനോമിയലായിരുന്നു. ഈ എന്താണ്? എഫിൻ്റെ എക്സ്റ്റൻഷൻ ഫീൽഡാണ്. സോ ഇ ഈസ് എ സബ് ഫീൽഡ് ഓഫ് എഫ് ഈസ് എ സബ് ഫീൽഡ് ഓഫ് ഇ. അപ്പോൾ അതുകൊണ്ട് തന്നെ എഫ് ഓഫ് എക്സ് എന്താണ്? വിച്ച് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ഇ ഓഫ് എക്സ് ആണ്. So all these elements are in where? E of x also. So നമ്മൾക്ക് ഈ ഒരു കോമ്പിനേഷൻ എവിടെ ഉണ്ടായിരിക്കും? ഇ ഓഫ് എക്സിൽ ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾക്ക് എഫ് ഓഫ് എക്സിൽ ദിസ് ഇസ് ഈക്വൽ ടു 1 എന്നാണ് കിട്ടിയിരിക്കുന്നത്, ഒരു കോൺസ്റ്റൻറ്റ് 1 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇ ഓഫ് എക്സിൽ എന്താണ്? ആ ഒരു എഫിലുള്ള എല്ലാ വാല്യൂസിനും ദിസ് ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. അതായത് അതിനർത്ഥം എന്താണ്? ഇ ഓഫ് എക്സിൽ ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല എന്നാണ് മീൻ ചെയ്യുന്നത് അല്ലേ? ദിസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടൈംസ് എച്ച് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ത്രൂ ഔട്ട് ഇ ഓഫ് എക്സ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് കട്ട് ചെയ്യണേ, എന്നിട്ട് എഫ് ഓഫ് എക്സ് ഇങ്ങനെ കൺസിഡർ എന്ന് മാത്രം പറയുക. അപ്പോൾ എഫ് ഓഫ് എക്സ്, എച്ച് ഓഫ് എക്സ്, എഫ് ഡാഷ് ഓഫ് എക്സ്, കെ ഓഫ് എക്സ്. ഓക്കെ, എഫ് ഓഫ് എക്സ്, എച്ച് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ടൈംസ് കെ ഓഫ് എക്സ് എടുക്കുക. അപ്പോൾ നമ്മൾക്കറിയാം ഇതിൽ നിന്ന് എന്ത് പറയാം? എഫിലുള്ള എല്ലാ എലമെൻറ്റ്സ് എക്സ് എടുത്തു കഴിഞ്ഞാൽ വാല്യൂ 1 അല്ലേ കിട്ടുന്നത്. അപ്പോൾ അവിടെ നമ്മൾക്ക് എന്താണ്? ഈ എഴുതിയിരിക്കുന്ന എലമെൻറ്റിന് ഒരു പോസിറ്റീവ് ഡിഗ്രി ഉള്ള ഫാക്ടർ പോലും വരുന്നില്ല. അതൊരു പോസിറ്റീവ് ഡിഗ്രി ഉള്ള ഒരു പോളിനോമിയൽ പോലും എന്തിനെ ഡിവൈഡ് ചെയ്യുന്നില്ല? എഫ് ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു കെ ഓഫ് എക്സിനെ ഡിവൈഡ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾക്ക് ഇ ഓഫ് എക്സിൽ എലമെൻറ്റും ആണല്ലോ, അപ്പോൾ അവിടെയും ഡിവൈഡ് ചെയ്യുന്നില്ല എന്ന് കിട്ടും നമ്മൾക്ക് അല്ലേ? കാരണം ദിസ് ഇസ് ഈക്വൽ ടു 1 ആയതുകൊണ്ട് അതിനെ 1നെ ഡിവൈഡ് ചെയ്യുന്ന ഏതെങ്കിലും പോസിറ്റീവ് ഡിഗ്രിയുള്ള പോളിനോമിയൽ ഉണ്ടോ? ഇല്ല. പക്ഷേ ഇ ഓഫ് എക്സിൽ എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എക്സ് മൈനസ് എ എഫ് ഓഫ് എക്സിനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്, എഫ് ഡാഷ് ഓഫ് എക്സിനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ എക്സ് മൈനസ് എ എന്താണ്? ഈ ഒരു കോമ്പിനേഷനെയും ഡിവൈഡ് ചെയ്യും അല്ലേ? ബട്ട് വി ഹാവ്
x minus a divides f of x and f dash of x. Therefore x minus a divides f of x into h of x plus f dash of x into k of x equal to 1 എന്ന് വരും അല്ലേ. But we have x minus a divides f of x and f dash of x. Therefore x minus a divides this combination and this combination equal to 1, which means x minus a divides 1, which is a contradiction അല്ലേ. 1നെ കോൺസ്റ്റൻറ്റിന് ഏതെങ്കിലും പോസിറ്റീവ് ഡിഗ്രിയുള്ള പോളിനോമിയൽ ഡിവൈഡ് ചെയ്യോ ഇല്ല, which is a contradiction. Therefore f of x and f dash of x must have a common divisor of positive degree in f of x. നമ്മൾ ഇത്തരത്തിലൊരു പോസിറ്റീവ് ഡിഗ്രിയുള്ള പോളിനോമിയലും ഡിവൈസറായിട്ട് വരുന്നില്ല എന്ന് അസ്യൂം ചെയ്തപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ കിട്ടിയിരിക്കുന്നത് അല്ലേ. ഇവിടെ ഒരു 1 വാല്യൂ വന്നതുകൊണ്ടാണ് കോൺട്രഡിക്ഷൻ കിട്ടിയിരിക്കുന്നത്. സോ നമ്മൾ അസ്യൂം ചെയ്തത് തെറ്റാണ്. എന്തായാലും ഒരു പോസിറ്റീവ് ഡിഗ്രിയുള്ള കോമൺ ഡിവൈസർ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നമ്മൾക്ക് ഈ റിസൾട്ടിൻ്റെ കോൺവേഴ്സ് പാർട്ട് പ്രൂവ് ചെയ്യണം. ഫോർ ദാറ്റ് കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് f of x and f dash of x have a common factor of positive degree and let a be a zero of the common factor. Let a be a zero of common factor. എന്തായാലും ഏത് പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ സീറോ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് ഉണ്ടായിരിക്കും എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് സീറോയും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. Then a is a zero of f of x and f dash of x. പോസിറ്റീവ് ഡിഗ്രിയുള്ള പോളിനോമിയൽസിനെ സീറോ എക്സിസ്റ്റ് ചെയ്യുള്ള എല്ലാ പോളിനോമിയൽസ് എന്ന് പറഞ്ഞിട്ട് ഇനി മിസ്സേ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽസിനെ ഇങ്ങനെ സീറോ എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കരുത്. പോസിറ്റീവ് ഡിഗ്രിയുള്ള പോളിനോമിയൽസിനെ നമുക്ക് സീറോ പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഇവിടെ കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞിരിക്കുന്ന ടേമിന് എന്താണ്, അതായത് എഫ് ഓഫ് എക്സിനും എഫ് ഡാഷ് ഓഫ് എക്സിനും കോമൺ ഫാക്ടർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് ആ കോമൺ ഫാക്ടറിൻ്റെ പോസിറ്റീവ് ഡിഗ്രിയുള്ള കോമൺ ഫാക്ടർ ഉണ്ടെന്നാണ് പറഞ്ഞത്. പോസിറ്റീവ് ഡിഗ്രി അതിനെക്കൊണ്ട് അതിന് സീറോ എക്സിസ്റ്റ് ചെയ്യുന്ന അതിൻ്റെ സീറോ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് എന്തായാലും എക്സിസ്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ആ ഫീൽഡിൽ ഇപ്പം സം എക്സ്റ്റൻഷൻ ഫീൽഡ് ഇ എടുത്തു. അപ്പോൾ ഇയിൽ എഫ് കണ്ടെയ്ൻഡ് ആയതുകൊണ്ട് ഈ പോളിനോമിയൽസ് എല്ലാം എവിടെയുണ്ട്, ഇ ഓഫ് എക്സിലും ഉണ്ടായിരിക്കും. എഫ് ഓഫ് എക്സും എഫ് ഓഫ് എക്സ് എവിടെ ഉണ്ടായിരിക്കും, ഇ ഓഫ് എക്സിലും ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട. ഇടയ്ക്ക് വന്നൊരു ഡൗട്ടൊന്നും ക്ലിയർ ചെയ്യാൻ പോയെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും പ്രൂഫിലോട്ട് വരാം. ലെറ്റ് എ ബി എ സീറോ ഓഫ് ദ കോമൺ ഫാക്ടർ. അപ്പോൾ എന്താണ്, ആ ഒരു കോമൺ ഫാക്ടറിൻ്റെ സീറോ കൺസിഡർ ചെയ്തു. ഓക്കെ, ദെൻ എ ഈസ് എ സീറോ ഓഫ് എഫ് ഓഫ് എക്സ് ആൻഡ് എഫ് ഡാഷ് ഓഫ് എക്സ്. കാരണം എന്താണ്, ആ കോമൺ ഫാക്ടർ എഫ് ഓഫ് എക്സിൻ്റെയും എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെയും കോമൺ ഫാക്ടറായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ കോമൺ ഫാക്ടർ എയിലുള്ള വാല്യൂ സീറോ ആയതുകൊണ്ട് എഫ് ഓഫ് എയും എഫ് ഡാഷ് ഓഫ് എയും എന്തായിരിക്കും, സീറോ ആയിരിക്കും. അപ്പോൾ സപ്പോസ് ജി ഓഫ് എക്സ് ആണോ കോമൺ ഫാക്ടർ എന്ന് കരുതുക. അപ്പോൾ നമ്മൾക്ക് എഫ് ഓഫ് എക്സിൻ്റെ ഫാക്ടർ ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻറ്റു സം പോളിനോമിയൽ ആയിരിക്കും. ഇനി ഇത് തന്നെ എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെയും ഫാക്ടർ ആയതുകൊണ്ട് ദിസ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻറ്റു അനദർ പോളിനോമിയൽ ആയിരിക്കും അല്ലേ. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എ എന്ന് പറയുന്നത് എഫ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്, ജി ഓഫ് എ ഇൻറ്റു ദാറ്റ് പോളിനോമിയൽ ആയിരിക്കും അല്ലേ. ജി ഓഫ് എ സീറോ ആണല്ലോ, കാരണം ജി ഓഫ് എക്സിൻ്റെ സീറോ ആയിട്ടാണ് എനെ ചൂസ് ചെയ്തത്. അപ്പോൾ ജി ഓഫ് എ സീറോ ആയതുകൊണ്ട് എഫ് ഓഫ് എയും സീറോ ആയിരിക്കും. ഇതുപോലെ ജി ഓഫ് എ സീറോ ആയതുകൊണ്ട് എഫ് ഡാഷ് ഓഫ് എയും സീറോ ആയിരിക്കും. സോ എ ഈസ് എ സീറോ ഓഫ് ബോത്ത് എഫ് ഓഫ് എക്സ് ആൻഡ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയാം നമ്മൾക്ക്. ഓക്കെ, സിൻസ് എ ഈസ് എ സീറോ then a is a zero of f of x and f dash of x, and since a is a zero of f of x, നമുക്ക് എഫ് ഓഫ് എക്സിൻ്റെ സീറോ ആയതുകൊണ്ട് എക്സ് മൈനസ് എ എഫ് ഓഫ് എക്സിനെ ഡിവൈഡ് ചെയ്യുമെന്ന് കിട്ടും അല്ലേ. സോ ദർ ഈസ് എ പോളിനോമിയൽ ക്യൂ ഓഫ് എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എ ഇൻറ്റു ക്യൂ ഓഫ് എക്സ് എന്ന് എഴുതാം അല്ലേ. ആൻഡ് ഞാനിനി ഈ പോളിനോമിയലിൻ്റെ ഡെറിവേറ്റീവ് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും, എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എ ടൈംസ് ക്യൂ ഡാഷ് ഓഫ് എക്സ് പ്ലസ് ക്യൂ ഓഫ് എക്സ് എന്ന് കിട്ടും അല്ലേ. ആൻഡ് നൗ കൺസിഡർ എഫ് ഡാഷ് ഓഫ് എ. എഫ് ഡാഷ് ഓഫ് എ എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ സീറോ ആയതുകൊണ്ട് എഫ് ഡാഷ് ഓഫ് എ ഈക്വൽ ടു സീറോ ആണ്. ഇനി അത് ഇവിടെ വാല്യൂ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, എക്സ് മൈനസ് എയിൽ എ വാല്യൂ കൊടുക്കുമ്പോൾ എ മൈനസ് എ ഈക്വൽ ടു സീറോ വരും. സോ ഈ ഒരു ടേം മൊത്തത്തിൽ സീറോ ആയിരിക്കും. പിന്നെ എന്താണ് ഉണ്ടായിരിക്കുക, ക്യൂ ഓഫ് എ ഉണ്ടായിരിക്കുക അല്ലേ. സോ എഫ് ഡാഷ് ഓഫ് എ ഈക്വൽ ടു ക്യൂ ഓഫ് എ എന്ന് കിട്ടി. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി, ക്യൂ ഓഫ് എക്സിനെയും എന്ത് ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്ന് കിട്ടി, ക്യൂ ഓഫ് എക്സിനെയും എക്സ് മൈനസ് എ ഡിവൈഡ് ചെയ്യുന്നുണ്ട് കിട്ടി.
So this implies that x minus a is a factor of q of x, and therefore x minus a whole square divides f of x എന്ന് കിട്ടി. സോ നമ്മൾക്ക് എന്താണ്, a is a multiple 0 of f of x. അതായത് എയുടെ മൾട്ടിപ്ലിസിറ്റി എന്തായാലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആയിരിക്കത്തില്ലേ. സോ a is a multiple 0 of f of x എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എന്ത് പറയാം, ഒരു പോളിനോമിയൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പോളിനോമിയലിന് മൾട്ടിപ്പിൾ 0 എക്സിസ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണ്, എഫ് ഓഫ് എക്സ് ആൻഡ് എഫ് ഡാഷ് ഓഫ് എക്സ് ഹാവ് എ കോമൺ ഫാക്ടർ ഓഫ് പോസിറ്റീവ് ഡിഗ്രി, or if they have a common factor of positive degree, then the polynomial has a 0 of multiplicity greater than or equal to 2, or multiple 0. Okay, next we are going to prove the result. It will give a condition for the existence of zeros of an irreducible polynomial. Okay, now let f of x be an irreducible polynomial over a field f if f has a characteristic 0, then f of x has no multiple zeros, or if f has characteristic p not equal to 0, then f of x has a multiple 0 only if it is of the form f of x is equal to g of x raised to p for some g of x in f of x. അപ്പോൾ ഇവിടെ ക്യാരക്ടറിസ്റ്റിക് എന്തായിരുന്നു ഒന്ന് ഓർത്തു നോക്കിക്കേ. നമ്മൾക്ക് ഫീൽഡ് എടുക്കുകയാണെങ്കിൽ രണ്ട് കാര്യമാണ് വരുന്നത്. ഒന്നുകിൽ ക്യാരക്ടറിസ്റ്റിക് 0 ആയിട്ടുള്ള ഫീൽഡ്, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് പി, എ പ്രൈം നമ്പർ പി ആയിട്ടുള്ള ഫീൽഡ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ക്യാരക്ടറിസ്റ്റിക്? അത് ഇൻ്റഗ്രൽ ഡൊമെയിനിലായിരുന്നോ ഡിഫൈൻ ചെയ്തിരുന്നത്, റിങ്ങിലായിരുന്നോ എന്ന് റിങ്ങിലാണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും നോക്കാം. ഡെഫിനിഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ ഒരു ഫീൽഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്ക് സം നമ്പർ n ആണെന്ന് പറയാനുള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, എഫിലുള്ള ഏത് എലമെൻറ്റ് എ എടുത്താലും എനെ n ടൈംസ് അങ്ങ് ആഡ് ചെയ്യാം. n ടൈംസ് ആഡ് ചെയ്യാം. n ടൈംസ് ആഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, ഇപ്പോൾ n ടൈംസിന് 1ന് ആഡ് ചെയ്താൽ എന്താണ്, വിച്ച് ഈസ് n ഇൻറ്റു 1. ഇനി n ടൈംസ് 2ന് ആഡ് ചെയ്താൽ എന്താണ്, n ടൈംസ് 2ന് ആഡ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് 2 + 2 + എക്സെട്ര n ടൈംസ് അല്ലേ വരുന്നത്, വിച്ച് മീൻസ് n ഇൻറ്റു 2. അതുപോലെ n ടൈംസ് എന് ആഡ് ചെയ്യാന്ന് വെച്ചാൽ n ഇൻറ്റു എ. ദിസ് ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഫോർ എനി എ ഇൻ ദിസ് ഫീൽഡ് n ടൈംസ് എ ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ ഫീൽഡ് എഫിൻ്റെ ക്യാരക്ടറിസ്റ്റിക്ക് n ആണെന്ന് പറയും. ഇനി ഒരു നാച്ചുറൽ നമ്പറിന് പോലും ഇങ്ങനെ ഈ ഒരു വാല്യൂ ദിസ് ഇസ് ഈക്വൽ ടു 0 ഫോർ എനി എല്ലാ എക്കും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലെ ഒരു നാച്ചുറൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ആ ഫീൽഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്ക് 0 ആണെന്ന് പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ Z3 എടുത്തേ, വിച്ച് ഇസ് എ ഫീൽഡ്. അപ്പോൾ ഈ Z3യിൽ നിന്ന് ഞാൻ ഏത് എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ആകെ എലമെൻറ്റ് വരുന്നത് 0ഉം 1ഉം 2ഉമാണ്. 0 ഓൾവേസ് എത്ര ടൈം ആഡ് ചെയ്താലും 0 കിട്ടത്തുള്ളൂ. ഇനി 1 3 ടൈംസ് ആഡ് ചെയ്യുമ്പോൾ എന്താണ്, 1 + 1 + 1. ഇവിടെ അഡിഷൻ മോഡുലോ 3 അല്ലേ വരുന്നത്. ഇപ്പോൾ 3 ടൈംസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, 0 കിട്ടും. ഇതുപോലെ 2വിനെയും 3 ടൈംസ് ആഡ് ചെയ്താൽ എന്ത് കിട്ടും, 0 കിട്ടും. അപ്പോൾ Z3ൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്താണ്, 2 ആണ്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ലീസ്റ്റ് നമ്പറിനെയാണ് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് എന്ന്. കാരണം ഞാനിപ്പോൾ Z3യിൽ 6 എടുത്താലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ലേ. 6 ടൈംസ് 1 ഈക്വൽ ടു 0 ആണ്, 6 ടൈംസ് 2 ഈക്വൽ ടു 0യുമാണ്. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജറിനെയാണ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് നമ്മൾ. ഓക്കെ, ഇനിയിപ്പോൾ Q എടുക്കുക. Q സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് വിച്ച് ഇസ് എ ഫീൽഡ് ആണല്ലോ. ഞാൻ ഈ ഫീൽഡിലുള്ള എല്ലാ എലമെൻറ്റിനെയും n ടൈംസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടുന്ന രീതിയിൽ ഏതെങ്കിലും നാച്ചുറൽ നമ്പർ, പോസിറ്റീവ് നാച്ചുറൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലേ. എല്ലാ എലമെൻറ്റ്സിനെയും n ടൈംസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു നാച്ചുറൽ നമ്പർ n എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ക്യൂവിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്താണ്, 0 ആണ്. അതുപോലെ റിയൽ നമ്പേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് 0 ആണ്. ക്യൂ എന്താണ്, സി കോംപ്ലക്സ് നമ്പർ സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് 0 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്യാരക്ടറിസ്റ്റിക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് കേസ് നമ്മൾ ഫീൽഡിൽ വരുന്നുള്ളൂ.
ഒന്നുകിൽ ക്യാരക്ടറിസ്റ്റിക് 0 വരുന്ന ഫീൽഡ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് സം പ്രൈം നമ്പർ p വരുന്ന ഫീൽഡ്. ഓക്കെ, നൗ നമ്മൾക്ക് നോക്കാം എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. 0 ക്യാരക്ടറിസ്റ്റിക് വരുന്ന ഫീൽഡ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഹാസ് നോ മൾട്ടിപ്പിൾ സീറോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 0 ക്യാരക്ടറിസ്റ്റിക് വരുന്ന ഫീൽഡിലുള്ള ഒരു ഇറെഡ്യൂസിബിൾ പോളിനോമിയലിനും, നോട്ട് ദാറ്റ് ഏത് ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ഓവർ ദ ഫീൽഡ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് 0 എടുത്തു കഴിഞ്ഞാലും അതിനൊന്നും മൾട്ടിപ്പിൾ 0 എക്സിസ്റ്റ് ചെയ്യത്തില്ല. അതിൻ്റെ എല്ലാ സീറോസിൻ്റെയും മൾട്ടിപ്ലിസിറ്റി 1 വരത്തുള്ളൂ എന്നാണ് മീൻ ചെയ്യുന്നത്. ഇഫ് എഫ് ഹാസ് എ ക്യാരക്ടറിസ്റ്റിക് p not equal to 0 ആണെങ്കിൽ, if f has a characteristic p not equal to 0, then f of x has a multiple 0. അതായത് ഈ ഒരു ഫീൽഡിൽ നിന്ന് ചൂസ് ചെയ്യുന്ന പോളിനോമിയലിന് മൾട്ടിപ്പിൾ 0 എക്സിസ്റ്റ് ചെയ്യാനുള്ള ഓൺലി കണ്ടീഷൻ എന്താണ്? ഓൺലി ഇഫ്. അതായത് ഈ കണ്ടീഷൻ ഉണ്ടെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുമെന്നല്ല, ഈ കണ്ടീഷൻ ഉണ്ടെങ്കിലേ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അതായത് ഇങ്ങനെ 0 എക്സിസ്റ്റ് ചെയ്യുന്നെങ്കിൽ ആ കണ്ടീഷൻ കൂടെ അവിടെ ഉണ്ടായിരിക്കും, ആ പ്രോപ്പർട്ടി കൂടെ ഉണ്ടായിരിക്കും എന്ന മീനിങ്. നോട്ട് ചെയ്യുക, എഫ് ഓഫ് എക്സ് ഹാസ് എ മൾട്ടിപ്പിൾ 0 ഇഫ് ഇറ്റ് ഈസ് ഓഫ് ദ ഫോം എന്നാണുള്ളത്. ഓൺലി ഇഫ് ഇറ്റ് ഈസ് ഓഫ് ദ ഫോം എന്നാണുള്ളത്, അല്ലാതെ ഇഫ് ഇറ്റ് ഈസ് ഇൻ ദ ഫോം ദെൻ ഇറ്റ് ഹാസ് എ മൾട്ടിപ്പിൾ 0 എന്നല്ല. ഓൺലി ഇഫ്, നോട്ട് ദാറ്റ്. സോ ഓൺലി ഇഫ് ഇറ്റ് ഈസ് ഓഫ് ദ ഫോം എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു g ഓഫ് എക്സ് റേസ് ടു p. ഈ ഒരു ഫോമിലാണ് എഫ് ഓഫ് എക്സ് ഉള്ളതെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് എന്ത് പറയാൻ പറ്റുക? എഫ് ഓഫ് എക്സിന് മൾട്ടിപ്പിൾ 0 ഉണ്ടെന്ന് പറയാം. ഈ എന്താണ് g ഓഫ് എക്സ് റേസ് ടു p എന്ന് പറയുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു 4 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1 ആണെന്ന് കരുതുക. ഇപ്പം ഞാനിവിടെ p ഈക്വൽ ടു 2 എടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സിന് എനിക്ക് എങ്ങനെ എഴുതാം? ദിസ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ റേസ് ടു 2 പ്ലസ് എക്സ് റേസ് ടു 2 എന്ന് തന്നെ എഴുതുന്നു. എക്സ് സ്ക്വയർ റേസ് ടു 1 പ്ലസ് 1 എന്ന് എഴുതാം. അത് ഞാൻ g ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 എന്ന് പറയുന്ന പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാൽ g ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു എന്ത് വന്നു? എഫ് ഓഫ് എക്സ് വന്നു. അതായത് ഇതാണ് ഈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു g ഓഫ് എക്സ് റേസ് ടു p എന്ന് പറയുന്ന ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് മൾട്ടിപ്പിൾ 0 ഉണ്ടാവണമെങ്കിൽ ഈ ഒരു കണ്ടീഷൻ കൂടെ വേണം. എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു g ഓഫ് എക്സ് റേസ് ടു p ഫോമിലായിരിക്കണം. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്ക് എന്ത് പറയാം? ഒരു പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാൽ അതിനെ ഈ ഫോമിൽ എഴുതാൻ പറ്റില്ലെങ്കിൽ, ഫോർ സം g ഓഫ് എക്സ് ഇൻ എഫ് ഓഫ് എക്സ് ആണ്, അപ്പോൾ ഇങ്ങനെ എഴുതാൻ സാധിക്കത്തില്ലെങ്കിൽ ആ പോളിനോമിയൽ എഫ് ഓഫ് എക്സിന് മൾട്ടിപ്പിൾ 0 ഇല്ലെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾക്കിത് പ്രൂവ് ചെയ്യണം. If f of x has a multiple 0, then f of x and f dash of x have a common divisor of positive degree in f of x. നമ്മൾ തൊട്ട് മുന്നേ പ്രൂവ് ചെയ്ത റിസൾട്ടിൽ നിന്ന് എഫ് ഓഫ് എക്സിന് മൾട്ടിപ്പിൾ 0 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പോളിനോമിയലിനും അതിൻ്റെ ഡെറിവേറ്റീവിനും ഒരു കോമൺ ഡിവൈസർ ഓഫ് പോസിറ്റീവ് ഡിഗ്രി എക്സിസ്റ്റ് ചെയ്യുമെന്ന് നമ്മൾക്ക് പറയാം. ഹിയർ എഫ് ഓഫ് എക്സ് ഈസ് എൻ ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ. അപ്പോൾ ഇവിടുത്തെ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് എന്താണ്? വിച്ച് ഈസ് ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ഓവർ എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ അതിന് ആകെയുള്ള പോസിറ്റീവ് ഡിഗ്രി ഉള്ള ഡിവൈസർ ഏതാണ്? ഇറ്റ് സെൽഫ് ആണ്, അപ് ടു ഐസോസിയേറ്റീവ്സ് അല്ലേ? എഫ് ഓഫ് എക്സ് മാത്രമേ ഉള്ളൂ അതിനെ ഡിവൈഡ് ചെയ്യുന്ന പോസിറ്റീവ് ഡിഗ്രി ഉള്ള പോളിനോമിയൽ. അപ് ടു അസോസിയേറ്റ്സ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പം ഞാൻ 2 ടൈംസ് എക്സ് സ്ക്വയർ പ്ലസ് 1 എടുത്തോ. 2 ടൈംസ് എക്സ് സ്ക്വയർ പ്ലസ് 1 ക്യൂവിൽ ഇറെഡ്യൂസിബിൾ അല്ലേ? ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ? 2 ഇറെഡ്യൂസിബിൾ പോളിനോമിയൽസിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ 2 ടൈംസ് എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ത് ഡിവൈഡ് ചെയ്യുന്നുണ്ട്? എക്സ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഈ പോളിനോമിയലിന് ഈക്വൽ ആണോ? അല്ല. അപ്പോൾ അപ് ടു അസോസിയേറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ഈ പോളിനോമിയൽ എന്ന് പറയുന്നത് ഈ പോളിനോമിയൽ ഇൻറ്റു 2 ആണ്. അത് നമ്മൾക്ക് യൂണിറ്റ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതാൻ പറ്റുന്ന 2 പോളിനോമിയൽസിനെയാണ് എന്തായിട്ട് നമ്മൾ പറയുന്നത്? അസോസിയേറ്റ്സ് എന്ന് പറയുന്നത്. 2വിന് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ക്യൂവിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അതൊരു യൂണിറ്റാണ്. യൂണിറ്റിനെയാണ് നമ്മൾ അസോസിയേറ്റീവ്സ് എന്ന്
യൂണിറ്റിൻ്റെ പ്രൊഡക്റ്റായിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റുന്ന 2 എലമെൻസിനെയാണ് നമ്മൾ അസോസിയേറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 2 times x² + 1 എന്താണ്, x² + 1 ഒരു യൂണിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ പോളിനോമിയലാണ്. അപ്പോൾ ഈ 2 times x² + 1 x² + 1 എന്താണ്, അസോസിയേറ്റീവ്സ് ആണ്. അപ്പോൾ അപ് ടു അസോസിയേറ്റീവ്സ് നമ്മൾക്ക് എന്ത് പറയാം, f(x)നെ ഡിവൈഡ് ചെയ്യുന്ന പോളിനോമിയൽ f(x) മാത്രമേ ഉള്ളൂ എന്ന് പറയാം. അതായത് അതിനെ ഡിവൈഡ് ചെയ്യുന്ന വേറെ പോളിനോമിയൽസ് എടുക്കുകയാണെങ്കിൽ അതെല്ലാം എന്തായിരിക്കും, ഒരു അസോസിയേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ആ ഒരു യൂണിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. അതൊക്കെ ഡിഗ്രിക്ക് പഠിക്കുന്നതാണ്, അതാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യാത്തത്. ഓൾറെഡി ടൈമും ഇല്ല, അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിലൂടെ ഡെപ്തിലോട്ടൊന്നും പോകുന്നില്ല. നമ്മൾക്ക് വേണ്ട കാര്യം മാത്രം ഞാൻ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എന്താണ്, ദെൻ f(x) ഇറഡ്യൂസിബിൾ ആയതുകൊണ്ട് ഓവർ ദ ഫീൽഡ് എഫിൽ ഇറഡ്യൂസിബിൾ ആയതുകൊണ്ട് f(x)നെ ഡിവൈഡ് ചെയ്യുന്ന വേറൊരു പോളിനോമിയൽ ഏത് മാത്രമേ ഉള്ളൂ, പോസിറ്റീവ് ഡിഗ്രി വരുന്ന പോളിനോമിയൽ f(x) മാത്രമേ ഉള്ളൂ. അപ് ടു അസോസിയേറ്റീവ്സ് എന്ത് പറഞ്ഞു എന്ന റീസൺ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, സോ f(x)ൻ്റെ ചുരുക്കി പറയുകയാണെങ്കിൽ f(x)നെ ഡിവൈഡ് ചെയ്യുന്ന പോളിനോമിയൽ ഏത് മാത്രമേ ഉള്ളൂ, f(x) മാത്രമേ ഉള്ളൂ. കാരണം അത് ഇറഡ്യൂസിബിൾ ആയതുകൊണ്ട്, അതിന് വേറെ പോസിറ്റീവ് ഡിഗ്രിയുള്ള ഫാക്ടേഴ്സ് ഇല്ലാത്തത് കൊണ്ട്. ഓക്കെ, അപ്പോൾ f(x) ആണ് നമ്മൾക്ക് ആ ഒരു നമ്പറായിട്ട് വരുന്നത്. f(x)നെ ഡിവൈഡ് ചെയ്യുന്ന പോസിറ്റീവ് ഡിഗ്രിയുള്ള പോളിനോമിയൽ ഏതാണ്, f(x) തന്നെ. പക്ഷേ നമ്മൾക്ക് എന്താണ്, f(x)നും f'(x)നും എന്തുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്, കോമൺ ഫാക്ടർ ഓഫ് പോസിറ്റീവ് ഡിഗ്രി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ. f(x) and f'(x) has a common factor of positive degree. അപ്പോൾ f(x)നെ ഡിവൈഡ് ചെയ്യുന്ന പോസിറ്റീവ് ഡിഗ്രിയുള്ള പോളിനോമിയൽ ഏത് മാത്രമാണ്, f(x) മാത്രമാണ്, അല്ലേ. അപ്പോൾ അതുകൊണ്ട് f'(x)നെ ഡിവൈഡ് ചെയ്യുന്ന ആ പോസിറ്റീവ് ഡിഗ്രി ഏതായിരിക്കും, പോസിറ്റീവ് ഡിഗ്രിയുള്ള പോളിനോമിയൽ ഏതായിരിക്കും, f(x) ആയിരിക്കും, അല്ലേ. സോ f(x) is the polynomial of positive degree that divides f'(x). So f(x) divides f(x). Okay, but degree of f'(x) is less than degree of f(x) ആണ്, അല്ലേ. f(x)ന്റെ ഡിഗ്രി എന്താണ്, ഗ്രേറ്റർ ദാൻ f'(x) അല്ലേ, ഡിഗ്രി ഓഫ് f'(x) അല്ലേ. ആൻഡ് സിൻസ് f is a field the only possibility ഇവിടെ ഫീൽഡ് ആയതുകൊണ്ട് നമ്മൾക്ക് എന്താണ്, the only possibility for f'(x) is f'(x) equal to 0. ഇപ്പോൾ ഫീൽഡ് ആയതുകൊണ്ട് പിന്നെ എന്താണ്, f'(x) എന്തായാലും എന്തായിരിക്കണം, 0 ആയിരിക്കണം, അല്ലേ. അപ്പോൾ f'(x) ഡിഗ്രി ഓഫ് f'(x) ലെസ് ദാൻ ഡിഗ്രി ഓഫ് f(x) ആണ്. ആൻഡ് സിൻസ് f'(x) is of polynomial over the field f, this must be 0. ഓക്കെ, ഇനി സപ്പോസ് ചെയ്യുക f(x) ഈ ഒരു ഫോമിലാണെന്ന് സപ്പോസ് ചെയ്യുക. an(x)n plus an-1x(n-1 plus etc. a1x plus a0. Then when we consider the derivative, f'(x) is equal to n(an)x(n-1 plus n-1 an-1x(-2 plus x(n-2 plus etc. plus a1 എന്ന് വരും, അല്ലേ. അപ്പോൾ നമ്മൾക്ക് എപ്പോഴാണ് 0 ആവുന്നത് നോക്കാം. f'(x) equal to 0 എന്നല്ലേ വന്നിരിക്കുന്നത്, for all x. അപ്പോൾ f'(x) equal to 0 for all x implies that എല്ലാ എക്സിനും ഈ ഒരു നമ്പേഴ്സ് 0 ആവാനുള്ള കണ്ടീഷൻ എന്ത് മാത്രമാണ്, ഇതിൽ ഓരോ കോയിഫിഷ്യൻറ്റും എന്തായിരിക്കണം, 0 ആയിരിക്കണം. അതായത് n(an) is equal to n-1 an-1 is equal to etc. equal to a1 equal to 0. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ഫീൽഡ് f equal to 0 ആണെന്ന് കരുതാം. അതായത് ക്യൂവും റിയൽ നമ്പർ സിസ്റ്റവും കോംപ്ലക്സ് നമ്പർ സിസ്റ്റവും പോലെയല്ല. അപ്പോൾ അവിടെ നമ്മൾക്ക് രണ്ട് നമ്പേഴ്സ് ഈക്വൽ ടു 0, ഒരു നാച്ചുറൽ നമ്പർ പോസിറ്റീവ്, അതായത് ഒരു നാച്ചുറൽ നമ്പർ വിച്ച് ഇസ് ഓൾവേസ് പോസിറ്റീവ്. അപ്പോൾ ഒരു നാച്ചുറൽ നമ്പറും സം നമ്പർ എക്സും പ്രൊഡക്റ്റ് എടുത്തപ്പോൾ 0 കിട്ടുന്നുണ്ടെങ്കിൽ n 0 അല്ലല്ലോ എന്തായാലും. അപ്പോൾ പിന്നെ ഏതേ പോസിബിലിറ്റി ഉള്ളൂ, x ഈക്വൽ ടു 0. അപ്പോൾ ആ ഒരു കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എഫ് ഈക്വൽ ടു 0 ആയതുകൊണ്ട് ആൻഡ് കെ ഈക്വൽ ടു 0 ഫോർ ഓൾ k ഈക്വൽ ടു 1 to etc. n ആയതുകൊണ്ടും
കെ നോൺ സീറോ ആയതുകൊണ്ട് നമ്മൾക്ക് എന്താണ് എ കെ മസ്റ്റ് ബി ഈക്വൽ ടു 0 ആയിരിക്കണം അല്ലേ. സോ എ കെ ഈക്വൽ ടു 0 ഫോർ ഓൾ കെ ഈക്വൽ ടു 1 to etc n എന്ന് കിട്ടി. അതായത് ഈ എഴുതിയിരിക്കുന്നതിൽ എ എൻ മുതൽ A1 വരെയുള്ള ടേംസ് എല്ലാം എന്താണ് 0 ആണെന്ന്. അപ്പോൾ അതിനർത്ഥം എന്താണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു A0 ആണെന്ന്, വിച്ച് ഈസ് നോട്ട് എ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് എക്സ് എന്താണെന്ന് കിട്ടി? എഫ് ഓഫ് എക്സ് ഒരു കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ ആണെന്ന് കിട്ടി. കാരണം എന്താണ് ബാക്കി എക്സിൻ്റെ ടേംസ് വരുന്നതിൻ്റെ എല്ലാം കോഎഫിഷ്യൻ്റ് എന്താണ് 0 ആയതുകൊണ്ട്. അപ്പോൾ എഫ് ഓഫ് എക്സ് കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ ആണ്. അപ്പോൾ ഫീൽഡിൽ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽസ് ഒന്നും ഇറഡ്യൂസിബിൾ പോളിനോമിയൽസ് അല്ല. അപ്പോൾ നമ്മൾക്ക് ഇവിടെ എന്താണ് എഫ് ഓഫ് എക്സ് ഇറഡ്യൂസിബിൾ അല്ലെന്ന് കിട്ടി. പക്ഷെ നമ്മൾ തുടക്കത്തിൽ എന്താണ് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? എഫ് ഓഫ് എക്സ് ഇസ് എ ഇറഡ്യൂസിബിൾ പോളിനോമിയലിലാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ഈ റിസൾട്ടായി പ്രൂവ് ചെയ്യുന്നത് ഇറഡ്യൂസിബിൾ പോളിനോമിയലിൻ്റെ കേസിലാണ്. അപ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ അല്ല എന്ന് കിട്ടുന്നത് എന്താണ്? വിച്ച് ഇസ് എ കോൺട്രഡിക്ഷൻ. സോ നമ്മൾ എന്താണ്? സോ ഇഫ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എഫ് ഈക്വൽ ടു 0 then any irreducible polynomial does not has multiple zeros. നമ്മൾ മൾട്ടിപ്പിൾ സീറോസ് ഉണ്ടെന്ന് പറഞ്ഞ് അസ്യൂം ചെയ്ത് വന്നിട്ടാണ് ആ കേസിൽ ഇഫ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എഫ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞപ്പോഴാണ് കോൺട്രഡിക്ഷൻ കിട്ടിയിരിക്കുന്നത്. സോ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എഫ് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്തായാലും ഒരു പോളിനോമിയലിൻ്റെയും സീറോസിൻ്റെ ഇറഡ്യൂസിബിൾ പോളിനോമിയൽസിൻ്റെയും സീറോസിൻ്റെ മൾട്ടിപ്ലിസിറ്റി എന്താണ്? greater than or equal to 2 ആവത്തില്ല, which is always 1. Now if characteristic of f which is not equal to 0, then the characteristic of f is equal to f which is not equal f is equal to p which is not equal to 0, that p is a prime number. ഇതാണ് സെക്കൻഡ് കേസ് ആയിട്ട് വരുന്നത്. ഇവിടെ ഞാൻ ഈ എക്സ്ട്രാ എഴുതിയിരിക്കുന്നത് നിങ്ങളൊന്നും പ്രൂഫിൽ എഴുതാനൊന്നുമില്ല. ടെക്സ്റ്റിൽ എന്താണോ ഉള്ളത് അത്രയും പിന്നെ കുറച്ച് എക്സ്ട്രാ പോയിൻറ്റ്സും കൂടെ മതി. ഇതൊന്നും വേണമെന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് നേരത്തെ എഴുതിയതുപോലെ കെ എ കെ ഈക്വൽ ടു 0 ഫോർ ഓൾ കെ ഈക്വൽ ടു 1 to etc n ആണ്. ക്യാരക്ടറിസ്റ്റിക് ഓഫ് എഫ് ഈക്വൽ ടു 0 ആയിരുന്ന കേസിൽ കെ ഈക്വൽ ടു 0യും കെ നോട്ട് ഈക്വൽ ടു 0യും ആണെങ്കിൽ എ കെ മസ്റ്റ് ബി 0 ആയിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. പ്രൊഡക്റ്റ് ഇപ്പം ഞാൻ Z3 എടുക്കുക. Z3യിൽ തന്നെ ഇപ്പം എ കെ എന്ന് പറയുന്നത് 2 ആണെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ ആ കേസിൽ എ കെ എന്ന് പറയുന്നത് 2 ആണെങ്കിൽ 3 times 2 എന്തായി തീർന്നു? ദിസ് ഈസ് ഈക്വൽ ടു 0 അല്ലേ? അപ്പോൾ കെ ഈക്വൽ ടു 3യും എ കെ ഈക്വൽ ടു 2 ആണെന്നേരം വിച്ച് ഇസ് ദ പ്രൊഡക്റ്റ് ഈക്വൽ ടു 0 കിട്ടി. പക്ഷെ അവിടെ 3യും 2യും സീറോസ് അല്ലല്ലോ. എന്നിട്ട് അതുപോലെ തന്നെ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നതിൽ 2 times അല്ലെങ്കിൽ വേറെ ഏതാണ് ഇപ്പോൾ വരിക? തിരിച്ച് കെ ഈക്വൽ ടു 2ഉം എ കെ ഈക്വൽ ടു 3യുമാണ് വരുന്നതെങ്കിലോ അവിടെയും 0 വരും. എ കെ നമുക്ക് 3 വരുന്നില്ല, അവിടെ 0 തന്നെയാണ്. എ കെ 3 എന്ന് പറയുന്നത് വെച്ചാൽ 0 ഇക്വലൻ്റ് ആണ്. അപ്പോൾ ആ കേസസിൽ നമുക്ക് 0 വരുന്നില്ലേ? സോ ഞാനിവിടെ കെ എ കെ ഈക്വൽ ടു 0 ഫോർ ഓൾ കെ ഈക്വൽ ടു 1 to etc in this implies that നമ്മൾക്ക് എന്താണ് ഒന്നുകിൽ അതായത് പി ഡിവൈഡ്സ് കെ എ കെ എന്ന് വരും ആണല്ലോ. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഏതർ പി ഡിവൈഡ്സ് കെ ഓർ പി ഡിവൈഡ്സ് എ കെ. അപ്പോൾ പി ഡിവൈഡ്സ് കെ ആവുന്നേരം നമ്മൾക്ക് എന്താണ്? കെ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു സം നമ്പർ ജെ ആണെന്ന് കിട്ടി. ഇനി പി ഡസ് നോട്ട് ഡിവൈഡ്സ് കെ ആണെങ്കിൽ പോസിബിലിറ്റി എന്താണുള്ളത്? പി ഡിവൈഡ്സ് എ കെ ആയിരിക്കണം അല്ലേ? അപ്പോൾ പി ഡിവൈഡ്സ് എ കെ ആണെങ്കിൽ എഫിൻ്റെ അകത്ത് എ കെ ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം എന്താണ്? പി ഡിവൈഡ്സ് എ കെ ആയതുകൊണ്ട് എ കെ ഈക്വൽ ടു പി ടൈംസ് സം നമ്പർ എൽ എന്ന് വരും അല്ലേ? സം നമ്പർ എൽ. അപ്പോൾ പി ടൈംസ് എല്ലിനെ ആഡ് ചെയ്യുക എന്നുള്ള മീനിങ് അല്ലേ? ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു 0 ആണ് എഫിൽ. കാരണം എന്താണ്? എഫിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പി ആയതുകൊണ്ട്. സോ എ കെ ഈക്വൽ ടു 0 കിട്ടി. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ കെ എ കെ ഈക്വൽ ടു 0 ഇംപ്ലൈസ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതാ ഇവിടെ തൊട്ട് ഇവിടെ വരെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ എന്ത് ചെയ്താൽ മതി? കെ എ കെ ഈക്വൽ ടു 0 ഇംപ്ലൈസ് ദാറ്റ് എയ്തർ കെ ഈക്വൽ ടു എ മൾട്ടിപ്പിൾ ഓഫ് പി ഓർ എ കെ ഈക്വൽ ടു 0 എന്ന് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ ദ ഓൺലി പവേഴ്സ്, അതായത് ഇപ്പം നമ്മൾക്ക് ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ എ കെ ഈക്വൽ ടു 0 വരുന്ന കേസസ് എല്ലാം 0 ആയിപ്പോൾ അല്ലേ? എ കെ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് പി ആയിട്ട് വരുന്ന രീതിയിൽ പി ഡിവൈഡ്സ് എ കെ വരുന്ന കേസസിലെല്ലാം 0 ആയിപ്പോൾ. അതായത് ആ കേസസ് എല്ലാം എ കേസ് 0 ആണ്.
പിന്നെ ഏതാണ്, അതായത് കെ ഡിവൈഡ്സ്, അതായത് സോറി വൺസ് മോർ, പി ഡിവൈഡ്സ് കെ എന്ന് പറയുന്ന കേസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, അത് നമ്മൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ഞാൻ ഒന്നുകൂടി പറഞ്ഞു, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എൻ എക്സ് റേസ് ടു എൻ പ്ലസ് എക്സെട്ര എ എൻ മൈനസ് എ വൺ എക്സ് പ്ലസ് എ നോട്ട് എന്ന് നമ്മൾ എഴുതുന്നു. അതിലുള്ള എ കേസാണ് ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പി ഡസ് നോട്ട് ഡിവൈഡ്സ് കെ ആവുന്ന കേസസിലെല്ലാം എ കേസ് 0 ആയിരിക്കും. അതായത് ഈ എഴുതിയിരിക്കുന്നതിൽ ഏതിലെല്ലാം, ഈ പവേഴ്സിൻ്റെ ഏതിലെല്ലാം പി ഡസ് നോട്ട് ഡിവൈഡ്സ് കെ എന്ന് വരുന്നോ അവിടെയെല്ലാം ഈ കോഎഫിഷ്യൻ്റ് 0 ആയിരിക്കും. സോ ആ ടേംസ് എല്ലാം ക്യാൻസൽ ആവും. ഓക്കെ, അപ്പോൾ പിന്നെ ഇതിൽ എന്തേ ഉണ്ടായിരിക്കത്തുള്ളൂ, പി ഡിവൈഡ്സ് കെ ആവുന്ന kth ഡിഗ്രീസ് ഓഫ് എക്സ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ അല്ലേ. അതായത് ഈ എഴുതിയിരിക്കുന്നത് ഏത് ഫോമിലായിരിക്കും, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് റേസ് ടു പി ഫോർ സം ജി ഓഫ് എക്സ് ഇൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫോമിലായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഏത് ഫോമിലായിരിക്കും, എക്സ് 4 ഇൻറ്റു പി പ്ലസ് എക്സ് റേസ് ടു 4 ഇൻറ്റു പി പ്ലസ് എക്സ് റേസ് ടു 3 ഇൻറ്റു പി പ്ലസ് എക്സ് റേസ് ടു പി പ്ലസ് ഫോം 1. ഈ ഒരു ഫോമിലായിരിക്കും ഉണ്ടായിരിക്കുക. അതായത് ഈ ഫോം എന്നല്ല ഉദ്ദേശിച്ചത്, ഡിഗ്രിയിൽ പിയുടെ മൾട്ടിപ്പിൾസ് വരുന്ന എക്സ് ടേംസ് മാത്രമേ ഈ സമ്മേഷനിൽ, ഈ കോമ്പിനേഷനിൽ അല്ലെങ്കിൽ ഈ പോളിനോമിയലിൽ ഉണ്ടായിരിക്കത്തുള്ളൂ. റിമൈനിങ് എ കേസ് എല്ലാം 0 ആയിപ്പോവും. ഓക്കെ, അപ്പോൾ ഈ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു 4 എക്സ് ക്യൂബ് പ്ലസ് എക്സ് പ്ലസ് 1, എക്സ് റേസ് ടു 4 പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് പ്ലസ് 1. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്തായിരിക്കും, ജി ഓഫ് എക്സ് റേസ് ടു പി ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് എന്തായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്, ഈ ഒരു കേസിൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എഫ് ഇസ് ഈക്വൽ ടു പി ആവുന്ന കേസിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സം പോളിനോമിയൽ ജി ഓഫ് എക്സിന് കറസ്പോണ്ടിങ് ജി ഓഫ് എക്സ് റേസ് ടു പി ആയിരിക്കണം എന്നായിരുന്നു പ്രൂവ് ചെയ്യേണ്ടിരുന്നത്. സോ നമ്മൾക്കത് കിട്ടി. ഇവിടെ ഒന്നുകൂടി ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഞാൻ പറയുന്ന ലൈന് പെട്ടെന്ന് കണക്റ്റ് ആയിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് അതേ ലൈനിലൂടെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഒന്ന് മനസ്സിരുത്തി ഒന്ന് ചിന്തിക്കുമ്പോൾ ആ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ നോക്കേണ്ടത് കെ ഡിവൈഡ്സ് പി എന്ന് പറയുന്ന കേസ് മാത്രമേ, ആ kth ഡിഗ്രി വരുന്ന എക്സ് ടേംസ് മാത്രമേ ഈ പോളിനോമിയലിൽ ഉണ്ടാവുള്ളൂ. കെ ഡസ് നോട്ട് ഡിവൈഡ്സ് പി എന്ന് പറയുന്ന കേസിൽ എ കെ എന്തായിരിക്കണം, 0 ആയിരിക്കണം. എങ്കിൽ മാത്രമേ കെ എ കെ ഈക്വൽ ടു 0 കിട്ടത്തുള്ളൂ. ക്ലിയർ? അപ്പോൾ നമ്മൾക്ക് എന്താണ് ഇവിടെ എന്ത് കിട്ടി, ഈ എഴുതിയിരിക്കുന്നതിൽ കെ ഡസ് നോട്ട് ഡിവൈഡ്സ് പി വരുന്ന kth ഡിഗ്രീസ് ഒന്നും ഈ പോളിനോമിയലിൽ ഉണ്ടായിരിക്കത്തില്ല. ആൻഡ് കെ ഡിവൈഡ്സ് പി വരുന്ന kth ഡിഗ്രീസ് ഓഫ് എക്സ് ടേംസ് മാത്രമേ ഈ പോളിനോമിയലിൽ ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ നമ്മൾക്ക് എന്താണ്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് റേസ് ടു പി എന്ന് എഴുതാൻ പറ്റും. ഫോർ സം പോളിനോമിയൽ ജി ഓഫ് എക്സ് ഇൻ എഫ് ഓഫ് എക്സ്. ഇതായിരുന്നു നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. സോ ഈ ഒരു പ്രൂഫ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇപ്പോൾ നോട്ട് ചെയ്യുക, നമ്മൾക്ക് ഫീൽഡ് കൺസിഡർ ചെയ്യുമ്പോൾ ഫീൽഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക് 2 എണ്ണേ വരാനേ ചാൻസ് ഉള്ളൂ, 0യും പ്രൈം നമ്പറും. ഓക്കെ അന്നപ്പോൾ 0 ക്യാരക്ടറിസ്റ്റിക് വരുന്ന കേസിൽ എഫ് ഓഫ് എക്സിൽ നിന്ന് ഞാൻ ഏത് റെഡ്യൂസിബിൾ പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാലും ഈ എഫ് ഓഫ് എക്സിന് മൾട്ടിപ്പിൾ സീറോസ് ഉണ്ടായിരിക്കത്തില്ല. അതായത് ഇറ്റ് ഡസ് നോട്ട് ഹാസ് എനി 0 ഓഫ് മൾട്ടിപ്ലിസിറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ഇനി സെക്കൻഡ് കേസിൽ വരുന്നത് എന്താണ്, ഒരു റെഡ്യൂസിബിൾ പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു മൾട്ടിപ്പിൾ 0 എക്സിസ്റ്റ് ചെയ്യാനുള്ള ഓൺലി ഇഫ് കണ്ടീഷൻ എന്താണ്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് റേസ് ടു പി ആയിരിക്കണം. ഓൺലി ഇഫ് കണ്ടീഷനാണ്, ഇഫ് കണ്ടീഷൻ അല്ല. ഇഫ് എഫ് ഓഫ് എക്സ് ഇൻ ദിസ് ഫോം ദെൻ എഫ് ഓഫ് എക്സ് ആസ് എ മൾട്ടിപ്പിൾ 0 എന്നല്ല. എഫ് ഓഫ് എക്സിന് മൾട്ടിപ്പിൾ 0 ഉണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് മസ്റ്റ് ബി ഇൻ ദിസ് ഫോം എന്നാണ്. ഓക്കെ, സോ ഇതിൽ നിന്ന് നമ്മൾ പറയാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ, എഫ് ഓഫ് എക്സ് ഇപ്പോൾ പി ക്യാരക്ടറിസ്റ്റിക് വരുന്ന ഫീൽഡിൽ എഫ് ഓഫ് എക്സ് ഈ ഫോമിൽ എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്താണ്, എഫ് ഓഫ് എക്സിന് മൾട്ടിപ്പിൾ 0 ഉണ്ടായിരിക്കത്തില്ല എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു പ്രൂഫും ആൻഡ് ഈ തിയറത്തിൻ്റെ എക്സ്പ്ലനേഷനും ഇവിടെ സ്റ്റോപ്പായി. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോവാം. സോ വാട്ട് ഈസ് എ പെർഫെക്റ്റ് ഫീൽഡ്? എപ്പോഴാണ് നമ്മളൊരു ഫീൽഡിന് പെർഫെക്റ്റ് ആണെന്ന് പറയുന്നത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു ഫീൽഡ് പെർഫെക്റ്റ് ആണുള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, ഒന്നുകിൽ ആ ഫീൽഡ് എന്തായിരിക്കണം, ക്യാരക്ടറിസ്റ്റിക് ഫീൽഡ് ഓഫ് 0 ആയിരിക്കണം.
ഫീൽഡ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് 0 ആയിരിക്കണം. അതായത് ആറും റിയൽ നമ്പർ സിസ്റ്റവും റാഷണൽ നമ്പർ സിസ്റ്റവും കോംപ്ലക്സ് നമ്പർ സിസ്റ്റവും ഒക്കെ പോലെ. അല്ലെങ്കിൽ എന്താണ്, if f has characteristic p and f power p, which means the set of all a power p such that a belongs to f. ഈ ഒരു കളക്ഷൻ എന്തിന്, എഫിന് തന്നെ ഈക്വൽ ആയിരിക്കണം. ഇപ്പോൾ ക്യാരക്ടറിസ്റ്റിക് 0 വരുന്ന ഫീൽഡ് എല്ലാം പെർഫെക്റ്റ് ഫീൽഡാണ്. ഇനി ക്യാരക്ടറിസ്റ്റിക് പി വരുന്ന ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എഫ് പവർ പി ഈക്വൽ ടു എഫ് തന്നെയാണെങ്കിൽ നമ്മൾ ആ ഫീൽഡിനെ പെർഫെക്റ്റ് ഫീൽഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ this is the definition for a perfect field. Next we are going to prove that the finite field, every finite fields are perfect. To prove this, let f be a finite field of characteristic p. Consider the mapping phi from f to f defined by phi of x equal to x raised to p. എന്താണ് നമ്മൾക്കിവിടെ ആക്ച്വലി പ്രൂവ് ചെയ്യേണ്ടത് എഫും എഫ് റേസ് ടു പിയും ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രകാരം മാപ്പ് ഫൈ ഫ്രം എഫ് ടു എഫ് ഡിഫൈൻ ചെയ്യുന്നു. അത് ഹോമോമോർഫിസ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നു, 1 ആണെന്ന് പ്രൂവ് ചെയ്യുന്നു, ഓൺ 2 ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും, വിച്ച് ഈസ് എ ഫീൽഡ് ഓട്ടോമോർഫിസം അല്ലേ? ആ ഫീൽഡിൽ നിന്ന് അതിലോട്ട് തന്നെയുള്ള മാപ്പല്ലേ, ഐസോമോർഫിസം അല്ലേ? സോ ഇറ്റ് വിൽ ബി എ ഫീൽഡ് ഓട്ടോമോർഫിസം. ആൻഡ് ഈ ഫീൽഡ് ഞാനിപ്പോൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പ്രകാരം എക്സ് റേസ് ടു പി എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇമേജ് സെറ്റ് എന്തായിരിക്കും? ഫൈ ഓഫ് എഫ് ഇസ് ഈക്വൽ ടു ദ സെറ്റ് ഓഫ് ഓൾ ഫൈ ഓഫ് എ സച്ച് ദാറ്റ് എ ബിലോങ്സ് ടു എഫ് ആയിരിക്കും ഇമേജ് സെറ്റ്. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു എന്താണ്, എഫ് ആണ്, കാരണം ഇതൊരു ഓട്ടോമോർഫിസ് ആയതുകൊണ്ട് അല്ലേ. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ എന്താണ്, എ റേസ് ടു പി. ഇപ്പോൾ എ റേസ് ടു പി സച്ച് ദാറ്റ് എ ബിലോങ്സ് ടു എഫ്. ദിസ് ഇസ് ഈക്വൽ ടു എഫ് എന്ന് കിട്ടി. ആൻഡ് ഈ എഴുതിയിരിക്കുന്ന സെറ്റ് എന്താണ്, എഫ് പവർ പി. സോ ദിസ് ഇസ് ഈക്വൽ ടു എഫ് എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രൂഫിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്ന മാപ്പ് ഓട്ടോമോർഫിസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓട്ടോമോർഫിസ് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് പ്രകാരം അങ്ങ് ഫോളോ ചെയ്യും. ഓക്കെ, സോ വിച്ച് ഈസ് ഡിഫൈൻഡ് ബൈ ഫൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു പി ഫോർ ഓൾ എക്സ് ഇൻ എഫ്. വി ക്ലെയിം ദാറ്റ് ഫൈ ഈസ് എ ഫീൽഡ് ഓട്ടോമോർഫിസം. അപ്പോൾ ഈ മാപ്പ് ഫീൽഡ് ഓട്ടോമോർഫിസ് ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ്സ് വൈ വി ആർ saying that we claim that phi is field automorphism. For that, let AB belongs to F. AB belongs to F, then phi of AB equal to AB all power P. അപ്പോൾ ഫീൽഡ് അല്ലേ, ദ ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ എന്തായിരിക്കും, കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും ഫീൽഡ് ആയതുകൊണ്ട്. സോ എ ബി പവർ പി ഈക്വൽ ടു എ പവർ പി ഇൻറ്റു ബി പവർ പി എന്ന് നമ്മൾക്ക് എഴുതാൻ പറ്റും. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു എന്താണ്, ഫൈ ഓഫ് എ ടൈംസ് ഫൈ ഓഫ് ബി. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു മൾട്ടിപ്ലിക്കേഷനിൽ ഫൈ ഈസ് എ ഓപ്പറേഷൻ പ്രിസർവിങ് മാപ്പ് എന്ന് കിട്ടി. ഇനി അഡീഷണൽ കൂടെ പ്രൂവ് ചെയ്യണം. ഫോർ ദാറ്റ് കൺസിഡർ ഫൈ ഓഫ് എ പ്ലസ് ബി. ദിസ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഓൾ റേസ് ടു പി. ഇനി നമ്മൾക്കറിയാം എ പ്ലസ് ബി ഓൾ റേസ് ടു പി, ദിസ് ഇസ് ഈക്വൽ ടു എന്താണ്, എ റേസ് ടു പി പ്ലസ് പി സി 1 എ റേസ് ടു പി മൈനസ് 1 ബി പ്ലസ് പി സി 2 എ റേസ് ടു പി മൈനസ് 1 ബി സ്ക്വയർ പ്ലസ് എക്സെട്ര പി സി പി മൈനസ് 1 എ ബി റേസ് ടു പി മൈനസ് 1 പ്ലസ് ബി റേസ് ടു പി. ഇനി ഇതിൽ ഞാൻ പി സി ഐസ്, ഓക്കെ, പി സി ഐസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ പി സി ഐ ഇസ് ഈക്വൽ ടു വാട്ട്, ദിസ് ഇസ് ഈക്വൽ ടു പി ഫാക്ടോറിയൽ ബൈ ഐ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ഐ ഫാക്ടോറിയൽ ആണ് വരുന്നത് അല്ലേ. ഇപ്പം എന്തായാലും പി സി ഐനെ ഡിവൈഡ് ചെയ്യും. പി ഡിവൈഡ്സ് പി സി ഐ ഫോർ ഐ വേരീസ് ഫ്രം 1 to p മൈനസ് 1 ആവുമ്പോൾ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ പി സി 1ഉം പി സി 2ഉം എല്ലാം നമ്മൾ ഇവിടെ ഈ ഫീൽഡിൽ ക്യാരക്ടറിസ്റ്റിക് ഫീൽഡ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് പി കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ഈ പി സി 1ഉം പി സി 2ഉം എക്സെട്ര പി സി പി മൈനസ് 1 ഒക്കെ എന്തായിരിക്കും, 0 ആയിരിക്കും, കാരണം പി ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട്. സോ നമ്മൾക്ക് ആ ടേംസ് എല്ലാം 0 ആയി തീർന്നു.
പിന്നെ എന്താ ഉണ്ടാവുക? a raised to p plus b raised to p, and this is equal to phi of a plus phi of b എന്ന് വരും. സോ അഡീഷനിലും ഓപ്പറേഷൻ പ്രിസർവിംഗ് ആണെന്ന് കിട്ടി. സോ phi is a ring homomorphism. Now consider kernel of phi. നമ്മൾക്കറിയാം ഒരു റിംഗ് ഹോമോമോർഫിസം which is 1 1 if and only if kernel of phi is equal to singleton set 0. അപ്പോൾ ഇവിടെ നമ്മൾ കേർണൽ ഓഫ് phi സിംഗിൾട്ടൺ സെറ്റ് 0 ആണെങ്കിൽ phi എന്തായി തീർന്നു? 1 1 ആയി തീർന്നു. സോ കൺസിഡർ കേർണൽ ഓഫ് phi is equal to the set of all a. Okay, kernel of phi consider here. This is the set of all a belongs to f such that phi of a equal to 0. And this is the set of all a belongs to f such that a power p equal to 0. Okay, അപ്പോൾ a power p equal to 0 ആണ് ഇവിടെ. നമ്മൾക്കിവിടെ എഫ് ഫീൽഡാണ് ആണല്ലോ. അപ്പോൾ എഫ് ഫീൽഡ് ആയതുകൊണ്ട് നോൺ സീറോ എലമെൻസിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും 0 കിട്ടത്തില്ല. ഇവിടെ എ എന്താണ്? എ നോൺ സീറോ ആവുമ്പോൾ എ നോൺ സീറോ എലമെൻ്റ് ഓഫ് എഫ് ആണെങ്കിൽ ആ നോൺ സീറോ എലമെൻറ്റിനെ പി ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആണ് നമ്മൾക്ക് എ പവർ പി കിട്ടുന്നത്. അപ്പോൾ എ പവർ പി ഒരിക്കലും എന്ത് കിട്ടത്തില്ല? 0 വരത്തില്ല എപ്പോൾ എ ഫീൽഡ് ആണെങ്കിൽ. കാരണം എഫ് ഫീൽഡ് ആവുമ്പോൾ അതിനെന്തുണ്ടാകത്തില്ല? 0 ഡിവൈസസ് ഉണ്ടാകത്തില്ല. 0 ഡിവൈസസ് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ ഏതെങ്കിലും 2 നോൺ സീറോ നമ്പേഴ്സ് എ ബി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾക്ക് 0 കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ എനെയും ബിനെയും 0 ഡിവൈസസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരിക്കലും കിട്ടുന്നില്ലെങ്കിൽ, അതായത് നമ്മൾക്ക് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് ഐഡൻറ്റിറ്റി വിത്തൗട്ട് 0 ഡിവൈസസിനാണ് ഇൻ്റഗ്രൽ ഡൊമെയിൻ എന്ന് പറയുന്നത്. ഇൻ്റഗ്രൽ ഡൊമെയിന് ആൻഡ് ഫീൽഡ്സ് എല്ലാം ഇൻ്റഗ്രൽ ഡൊമെയിൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫീൽഡ്സിലൊന്നും 0 ഡിവൈസസ് ഉണ്ടായിരിക്കത്തില്ല. സോ ഒരിക്കലും ഒരു നോൺ സീറോ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് കിട്ടത്തില്ല? 0 കിട്ടത്തില്ല. അപ്പോൾ അതിൽ നിന്ന് എ പവർ പി ഈക്വൽ ടു 0 എന്നതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്? എ മസ്റ്റ് ബി ഈക്വൽ ടു 0. സോ ദിസ് ഈസ് ദ സെറ്റ് സിംഗിൾട്ടൺ സെറ്റ് 0. അപ്പോൾ എന്ത് കിട്ടി? കേർണൽ ഓഫ് phi 0 ആയതുകൊണ്ട് phi 1 1 മാപ്പാണ്. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ഫീൽഡ് എഫ് ഫൈനൈറ്റ് ആണ്. ആൻഡ് ഈ ഫീൽഡിൽ നിന്ന് ഈ ഫീൽഡിലോട്ടുള്ള ഫംഗ്ഷനാണ് phi. അത് 1 1 ആണെന്ന് കിട്ടി. ഫംഗ്ഷൻ ആയതുകൊണ്ട് ഒരു എലമെൻറ്റ് എക്സ് എടുത്തു കഴിഞ്ഞാൽ അതെന്തായാലും എഫിലുള്ള ഒരു എലമെൻറ്റിലോട്ട് മാപ്പ് ചെയ്യണം. ഇതുപോലെ എല്ലാ എലമെൻറ്റ്സിനും ഇമേജസും ഉണ്ടായിരിക്കണം. എന്താണ്? യുണീക്ക് ഇമേജും ആയിരിക്കണം ഉണ്ടാവേണ്ടത്, അല്ലേ? യുണീക്ക് ആയിരിക്കണം. ഒന്നിൻ്റെ ഇമേജ് പോലും മറ്റൊരു എലമെൻറ്റിൻ്റെ ഇമേജായിട്ട് കോയിൻസൈഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്തായിരിക്കണം? ഫംഗ്ഷൻ ഓൺ ടൂം ആയിരിക്കണം, അല്ലേ? എല്ലാ എലമെൻറ്റിനും പ്രീ ഇമേജ് ഉണ്ടെങ്കിലേ അത് പോസിബിൾ ആവത്തുള്ളൂ. സോ ദ ഫംഗ്ഷൻ phi ഈസ് ഓൺ ടു ഓൾസോ. ഇപ്പോൾ 1 1 ആണ്, ഓൺ ടു ആണ്, റിംഗ് ഹോമോമോർഫിസം ആണ്. സോ ദിസ് ഫംഗ്ഷൻ phi ഈസ് ഐസോമോർഫിസം ഫ്രം ദ field f into n itself. Therefore the function phi is a field automorphism. Therefore phi of f is equal to f. And what is phi of f? Phi of f is equal to f raised to p, which is equal to x raised to p such that x belongs to f. So this is equal to f എന്ന് കിട്ടി. അപ്പോൾ എന്താണ്? f പെർഫെക്റ്റ് ഫീൽഡ് ആണ്. So if f is a finite field, then it must be of which must be a perfect field. ഇവിടെ എന്തുകൊണ്ടാണ് ക്യാരക്ടറിസ്റ്റിക് 0നെ പറ്റി വരാത്തത്? നമ്മൾ ഡിഗ്രിക്ക് ഫീൽഡ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മളവിടെ പഠിക്കുന്നുണ്ട് ഫൈനൈറ്റ് ഫീൽഡ്സിൻ്റെ എല്ലാം ക്യാരക്ടറിസ്റ്റിക് പ്രൈം നമ്പർ ആയിരിക്കും, വിച്ച് ഈസ് ഓൾവേസ് എ നോൺ സീറോ നമ്പർ ആൻഡ് പ്രൈം നമ്പറും ആയിരിക്കും. അപ്പോൾ ഒരു ഫൈനൈറ്റ് ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ ആ ഫൈനൈറ്റ് ഫീൽഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്തായിരിക്കും? ഒരു നോൺ സീറോ പ്രൈം നമ്പർ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് പിയിലോട്ട് ഡയറക്റ്റ് ചാടി വന്നത്. അവിടെ ക്യാരക്ടറിസ്റ്റിക് 0 ആവുന്ന കേസ് ഇല്ലാത്തതിന് കാര്യവും. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു പ്രൂവ് the result which will give a criterion for no multiple zeros. Okay, so let's state this result. If f of x is an irreducible polynomial over a perfect field, then f of x has no multiple zeros. സോറി, ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞില്ലേ ക്യാരക്ടറിസ്റ്റിക് 0 ആവുന്ന കേസ് ഇല്ലാന്ന്. അവിടെ ക്യാരക്ടറിസ്റ്റിക് 0 ആവുന്നത് എന്തായാലും അത് പെർഫെക്റ്റ് ഫീൽഡ് ആണ്.
ക്യാരക്ടറിസ്റ്റിക് 0 ആവുന്ന നേരം എന്തായാലും അതൊരു പെർഫെക്റ്റ് ഫീൽഡ് ആണ്. ഇനി ക്യാരക്ടറിസ്റ്റിക് നോൺ സീറോ ആവുന്ന കേസിൽ ഫൈനൈറ്റ് ഫീൽഡ് ആണെങ്കിൽ അത് ക്യാരക്ടറിസ്റ്റിക് 0 അത് എന്താണ് പെർഫെക്റ്റ് ഫീൽഡ് ആയിരിക്കുമെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾക്ക് ക്യാരക്ടറിസ്റ്റിക് 0 വരുന്ന ഫീൽഡ്സും ക്യാരക്ടറിസ്റ്റിക് പി വരുന്ന ഫീൽഡ്സ് ഫൈനൈറ്റ് ഫീൽഡ്സും എന്തായിരിക്കും? പെർഫെക്റ്റ് ഫീൽഡായിരിക്കും. ഓക്കെ, അത് മൈൻഡിൽ വെക്കുക. ഇങ്ങനെ കുറേ പോയിൻറ്റ്സ് അവിടെ ഇവിടുന്നായിട്ട് ഈ റിസൾട്ടിൽ നിന്ന് നമ്മൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഇനി വരുന്ന റിസൾട്ടിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് എൻ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓവർ എ പെർഫെക്റ്റ് ഫീൽഡ്, അതായത് എഫ് പെർഫെക്റ്റ് ഫീൽഡ് ആണെന്ന് കരുതുക, ആൻഡ് എഫ് ഓഫ് എക്സ് ഈസ് എ പോളിനോമിയൽ ഓവർ എഫ്, വിച്ച് മീൻസ് എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു എഫ് ഓഫ് എക്സ്, then f of x has no multiple zeros. അതായത് എഫ് പെർഫെക്റ്റ് ഫീൽഡ് ആണെങ്കിൽ ഏത് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എടുത്താലും അതിനൊന്നും തന്നെ മൾട്ടിപ്പിൾ സീറോസ് ഉണ്ടായിരിക്കത്തില്ല എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ എഫ് ഓഫ് എക്സ് ക്യാരക്ടറിസ്റ്റിക് 0 വരുന്ന ഫീൽഡിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫൈനൈറ്റ് ഫീൽഡിൽ നിന്നോ ആണ് ചൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ഇറഡ്യൂസിബിൾ പോളിനോമിയലിന് ഒരിക്കലും മൾട്ടിപ്പിൾ സീറോസ് ഉണ്ടായിരിക്കത്തില്ല എന്ന് നമ്മൾക്ക് ഈ റിസൾട്ടിൽ നിന്ന് കിട്ടും. ഓക്കെ, സോ നമ്മൾക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? പെർഫെക്റ്റ് ഫീൽഡിലെല്ലാം തന്നെ, ഇത് മാത്രമേ പെർഫെക്റ്റ് ഫീൽഡ്സ് ഉള്ളൂ എന്ന് പറയുന്നില്ല, നോട്ട് ചെയ്യണം. ഓക്കെ, എഫ് റേസ് ടു പി ഈക്വൽ ടു പി, എഫ് വരുന്ന എല്ലാ ഫീൽഡ്സും പെർഫെക്റ്റ് ഫീൽഡ്സ് ആണ്. പക്ഷെ നമ്മൾ മുൻപേ ഡിസ്കസ് ചെയ്തതിൽ നിന്ന് ആൻഡ് ഡെഫിനിഷൻ ഓഫ് പെർഫെക്റ്റ് ഫീൽഡ്സിൽ നിന്നും ക്യാരക്ടറിസ്റ്റിക് 0 വരുന്നതും ഫൈനൈറ്റ് ഫീൽഡ്സും എന്താണ്? പെർഫെക്റ്റ് ഫീൽഡ്സ് ആണെന്ന് കിട്ടി. അതിൽ നിന്നാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, പക്ഷെ നമ്മൾക്ക് ഇവിടെ എന്ത് പ്രൂവ് ചെയ്യണം? പെർഫെക്റ്റ് ഫീൽഡിൽ നിന്ന് ഏത് പെർഫെക്റ്റ് ഫീൽഡിലുള്ള ഏത് റെഡ്യൂസിബിൾ പോളിനോമിയൽ എടുത്താലും അതിന് മൾട്ടിപ്പിൾ സീറോസ് ഉണ്ടായിരിക്കത്തില്ല എന്ന് നമ്മൾക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ 2 കേസസ് ആയിട്ടാണ്. പെർഫെക്റ്റ് ഫീൽഡ് എന്ന് പറയുന്നത് 0 ക്യാരക്ടറിസ്റ്റിക് വരുന്ന ഫീൽഡും ഉണ്ട്, പിന്നെ എന്താണ് അല്ലാത്ത കേസും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫീൽഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക് 0 ആണെങ്കിൽ നമ്മൾക്ക് എന്താണ്? നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ക്യാരക്ടറിസ്റ്റിക് 0 വരുന്ന ഫീൽഡിലുള്ള ഏത് പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാൽ, ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാലും ആൻഡ് ഭയങ്കര മറവി, ഇറഡ്യൂസിബിൾ ആയിരുന്നോ അതോ എല്ലാ ആർബിട്രറി പോളിനോമിയലിലായിരുന്നോ നമ്മളത് പ്രൂവ് ചെയ്തിരുന്നത്? അവിടെ നമ്മൾ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ തന്നെയാണ് പ്രൂവ് ചെയ്തിരുന്നത്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് 0 വരുന്ന ഏത് ഫീൽഡിലുള്ള ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാലും അതിന് എന്താണ്? മൾട്ടിപ്പിൾ സീറോസ് ഉണ്ടായിരിക്കത്തില്ല എന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾക്ക് എന്താണ്? ഇനി ഒരു പി ക്യാരക്ടറിസ്റ്റിക് വരുന്ന ഒരു പെർഫെക്റ്റ് ഫീൽഡിൽ നിന്നെടുക്കുന്ന പോളിനോമിയലിന് മൾട്ടിപ്പിൾ സീറോസ് ഉണ്ടാവില്ലെന്ന് പ്രൂവ് ചെയ്യണം. പക്ഷെ നമ്മൾ എന്തെടുക്കുന്നു? മൾട്ടിപ്പിൾ സീറോസ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുന്നു. ഓക്കെ, സോ suppose so let us assume that f of x belongs to f of x is irreducible over a perfect field f of characteristic p and that f of x has multiple zeros. അപ്പോൾ നമ്മൾ എന്താണ്? എഫ് ഓഫ് എക്സിന് മൾട്ടിപ്പിൾ സീറോസ് ഉണ്ട് എന്ന് കൂടെ ചേർത്ത് അസ്യൂം ചെയ്തു. അറ്റ് ലാസ്റ്റ് കോൺട്രഡിക്ഷൻ കിട്ടുന്നവരെ നമ്മൾക്ക് എന്താണ്? ഇവിടെ നമ്മൾക്ക് ഈ ഒരു അസംഷനാണ് റോങ് എന്ന് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മളെ ഏത് റിസൾട്ടായിരുന്നു? ഇവിടെ വരട്ടെ. ഈ റിസൾട്ടിൽ നിന്നറിയാം, ഇപ്പോൾ ക്യാരക്ടറിസ്റ്റിക് പി നോട്ട് ഈക്വൽ ടു 0 വരുന്ന ഫീൽഡിലുള്ളൊരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എന്താണ്? മൾട്ടിപ്പിൾ സീറോ ഉണ്ടെങ്കിൽ അത് ഈ ഫോമിലായിരിക്കണം എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ അങ്ങ് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് മസ്റ്റ് ബി ഇൻ ദ ഫോം എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് റേസ് ടു പി for some g of x in f of x എന്ന് കിട്ടും. ഓക്കെ, ആൻഡ് ലെറ്റ് g of x is equal to an x raised to n plus 1 etc. a1 x plus a0. ഈ ഒരു ഫോമിലാണ് g of x ഉള്ളത് എന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, നമ്മൾക്കറിയാം എഫ് റേസ് ടു പി ഈക്വൽ ടു എഫ് ആണല്ലോ പെർഫെക്റ്റ് ഫീൽഡ് ആയതുകൊണ്ട്. അപ്പോൾ ഈച്ച് എ ഐ ഇൻ എഫ് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം ബി ഐ റേസ് ടു പി. എഫ് റേസ് ടു പി ഈക്വൽ ടു എഫ് ആയതുകൊണ്ട് എഫിലുള്ള എല്ലാ എലമെൻസിനെ നമ്മൾക്ക് എങ്ങനെ എഴുതാം? ബി ഐ റേസ് ടു പി ഇസ് ഈക്വൽ ടു
എ ഐ എന്ന്, അതായത് എഫിലുള്ള എല്ലാ എലിമെൻസിനെയും ബി റേസ് ടു പി എന്ന് എഴുതാം. സോ ഇൻ പെർട്ടിക്കുലർ നമ്മൾ ഈ കോഎഫിഷ്യൻസ് എ ഐസ് കൺസിഡർ ചെയ്യുമ്പോൾ എ ഐസിന് കറസ്പോണ്ടിങ് നമ്മൾക്കൊരു ബി ഐ കണ്ടുപിടിക്കാൻ പറ്റും വിത്ത് എന്താണ് എ ഐ ഇസ് ഈക്വൽ ടു ബി ഐ റേസ് ടു പി എന്ന്. ഓക്കെ, സോ corresponding to AI in F we can find a BI in F such that AI is equal to BI raised to P. ഓക്കെ, ഞാൻ എന്തോ പറഞ്ഞത് മാറിപ്പോയോ എന്നൊക്കെ ഡൗട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടി. സോ എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? ജി ഓഫ് എക്സ് റേസ് ടു പി ആയിരുന്നു. അപ്പോൾ ജി ഓഫ് എക്സ് ഈ ഒരു ഫോമിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ എ ഐസിനെല്ലാം പകരം എനിക്ക് എന്ത് കൊടുക്കാം? ബി ഐ പവർ പി കൊടുക്കാം. അപ്പോൾ ബി എൻ പവർ പി എക്സ് പവർ പി ഓൾ പവർ എൻ പ്ലസ് എക്സെട്ര ബി ഐ പവർ പി എക്സ് പവർ പി പ്ലസ് ബി നോട്ട് പി എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാം നമ്മൾക്ക് എങ്ങനെ എഴുതാം? ദിസ് ഇസ് ഈക്വൽ ടു ബി എൻ എക്സ് റേസ് ടു എൻ ഓൾ പവർ പി പ്ലസ് എക്സെട്ര പ്ലസ് ബി വൺ എക്സ് ഓൾ പവർ പി പ്ലസ് ബി നോട്ട് പവർ പി എന്ന് എഴുതാം. ആൻഡ് ഇവിടെ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദിസ് ഫീൽഡ് പി ആയതുകൊണ്ട് ദിസ് ഇസ് ഈക്വൽ ടു നമ്മൾക്ക് എന്തെഴുതാം? ബി എൻ എക്സ് റേസ് ടു എൻ പ്ലസ് ബി എൻ മൈനസ് വൺ എക്സ് റേസ് ടു എൻ മൈനസ് വൺ പ്ലസ് എക്സെട്ര പ്ലസ് ബി വൺ എക്സ് പ്ലസ് ബി നോട്ട് ഓൾ പവർ പി എന്ന് എഴുതാം. ഇതെങ്ങനെ കിട്ടുന്നതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ രണ്ട് നമ്പേഴ്സ് വരുന്ന കേസിൽ ഇവിടെ എഴുതിയില്ലേ? ഫൈ ഓഫ് എ പ്ലസ് പി ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എ പ്ലസ് ബി ഓൾ റേസ് ടു പി ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതിയില്ലേ? ഇതുപോലെ നമ്മൾക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും ഈ ഓൾ പവർ പീനെ. അപ്പോൾ അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഈ പവേഴ്സ് അല്ലാതെ വരുന്ന ഈ ടേംസ് അല്ലാത്ത ടേംസിൻ്റെ എല്ലാം കോഎഫിഷ്യൻറ്റ് എന്താണ്? വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ പി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ആ ടേംസ് എല്ലാം ക്യാൻസലായിട്ട് ദീസ് ടു ആർ ഈക്വൽ ആയിട്ട് വരുന്നത്. കാരണം ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദിസ് ഫീൽഡ് പി ആയതുകൊണ്ട് പി ഇൻറ്റു ഏത് നമ്പർ എടുത്താലും വിച്ച് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ദിസ് ഇസ് ഓൾ പവർ പി എന്ന് കിട്ടി. അപ്പോൾ ഞാനിതിനെ എച്ച് ഓഫ് എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ എച്ച് ഓഫ് എക്സ് ഓൾ പവർ പി എന്ന് കിട്ടി. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് എക്സ് ഓൾ പവർ പി എന്ന് കിട്ടി. വേർ എച്ച് ഓഫ് എക്സ് ബിലോങ്സ് ടു വാട്ട്? എഫ് ഓഫ് എക്സ്. കാരണം എന്താണ്? അതിൻ്റെ കോഎഫിഷ്യൻ്റ് എഫ് ബി ഐസ് എല്ലാം എവിടെയാണുള്ളത്? എഫിലാണുള്ളത്. അപ്പോൾ ദിസ് ഇംപ്ലൈസ് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് ഇറെഡ്യൂസിബിൾ. അതായത് എഫ് ഓഫ് എക്സിലുള്ള ഒരു പോളിനോമിയൽ എച്ച് ഓഫ് എക്സിൻ്റെ പീത്ത് ഡിഗ്രി ആയിട്ട് എഫ് ഓഫ് എക്സിന് എഴുതാൻ പറ്റുന്നുണ്ട്. ഇത് എച്ച് ഓഫ് എക്സിനെ പി ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന പോളിനോമിയലായിട്ട് എഫ് ഓഫ് എക്സിന് എഴുതാൻ പറ്റുന്നുണ്ട്. സോ അതിൽ നിന്ന് നമ്മൾക്ക് എന്താണ്? എച്ച് ഓഫ് എക്സ് ഈസ് എ ഫാക്ടർ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് കിട്ടും. വിച്ച് ഈസ് നോട്ട് പോസിബിൾ അല്ലേ? കാരണം അതിൻ്റെ ഡിഗ്രി എന്താണ് വരുന്നത്? എൻ ആണ് വരുന്നത്. ജി ഓഫ് എക്സിൻ്റെ അതേ ഡിഗ്രിയാണ് ഇവിടെയും വരുന്നത്. സോ ദിസ് ഇസ് നോട്ട് പോസിബിൾ. ഫ്രം ദിസ് വി ക്യാൻ സേ ദാറ്റ് since f of x is f of x is irreducible, we can conclude that the assumption is wrong. What is the assumption? F of x has multiple zeros എന്ന് പറഞ്ഞ ആ ഒരു assumption wrong ആണ്. So we can conclude that f of x has no multiple zeros. So ഏതൊരു പെർഫെക്റ്റ് ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ ഓവർ പെർഫെക്റ്റ് ഫീൽഡിലുള്ള ഏത് ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാലും അതിനൊന്നും തന്നെ മൾട്ടിപ്പിൾ സീറോസ് ഉണ്ടായിരിക്കത്തില്ല. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാൻ ക്യൂ ആർ സി ഇനി പിന്നെന്താണ് ഈ ക്യൂവിനെയും ആറിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന വേറെ ഏത് ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും. കാരണം എന്താണ്? അതിൻ്റെ എല്ലാം ക്യാരക്ടറിസ്റ്റിക് 0 വരുന്നതുകൊണ്ട്. പിന്നെ ഇസെഡ് പീസ് പെർഫെക്റ്റ് ആണ് ഫോർ പി പ്രൈം നമ്പർ. ഇതെല്ലാം എന്താണ്? പെർഫെക്റ്റ് ഫീൽഡ്സ് ആണ്. ഇസെഡ് പീസ് കാരണം എന്താ? ഫൈനൈറ്റ് ഫീൽഡ്സ് ഒക്കെ പെർഫെക്റ്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തില്ലേ? സോ അത് പ്രകാരം ഇസെഡ് പീസ് എല്ലാം പെർഫെക്റ്റ് ഫീൽഡ്സ് ആണ്. സോ ഇതിൽ നിന്നെല്ലാം ഏത് ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാലും ആ ഇറെഡ്യൂസിബിൾ പോളിനോമിയൽസ് എല്ലാം എന്തായിരിക്കും? വിച്ച് ഹാസ് സീറോസ് ഓഫ് മൾട്ടിപ്ലിസിറ്റി 1 ആയിരിക്കും. മൾട്ടിപ്പിൾ സീറോസ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഇപ്പോൾ കോംപ്ലക്സ് നമ്പർ സിസ്റ്റത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ എക്സ് മൈനസ് എ അല്ലെങ്കിൽ ബി എക്സ് മൈനസ് എ ഈ ഫോമിലുള്ള പോളിനോമിയൽസ് മാത്രമല്ലേ ഇറെഡ്യൂസിബിൾ പോളിനോമിയലായിട്ട് വരുന്നുള്ളൂ. ഇതിനൊന്നും തന്നെ ഡിഗ്രി എന്ത് വരുന്നില്ല? മൾട്ടിപ്ലിസിറ്റി ഗ്രേറ്റർ ദാൻ 1 വരുന്നില്ല. 6 എടുക്കുമ്പോൾ
ആറിലുള്ള ഏത് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ സീറോസിൻ്റെ മൾട്ടിപ്ലിസിറ്റി, സീറോസ് ആറിൽ തന്നെ വരണമെന്നില്ല, പക്ഷേ സീറോസിൻ്റെ മൾട്ടിപ്ലിസിറ്റി എന്തേ വരത്തുള്ളൂ, വിച്ച് വിൽ ബി 1. ക്യൂവിലായാലും ഇത് തന്നെ, ഇസഡ് പീസിലും ഇത് തന്നെ. ഓക്കെ.